പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നത്തെ ഈ പ്രോഗ്രാം വീട്ടമ്മമാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. എന്താ കാര്യം എന്നറിയോ? സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ അവർ ഉദിക്കണം. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ അവർ ഉദിക്കണം. സൂര്യൻ അസ്തമിച്ച് അവരുടെ വീടിന്റെ മുറ്റിലുള്ള എന്താ പറയാ പോസ്റ്റിലുള്ള ലൈറ്റ് അണഞ്ഞതിന് ശേഷം മാത്രം അവരുടെ വീട്ടിലെ എല്ലാ ലൈറ്റുകളും അണഞ്ഞ് അടുക്കള വാതിലിന്റെയും അരങ്ങത്ത വാതിലിന്റെയും കുറ്റിയിട്ടതിന് ശേഷം അവസാനം അസ്തമിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നിരിക്കുന്നു. ആദ്യം എഴുന്നേൽക്കുകയും വേണം, വീട്ടിൽ അവസാനം ഉറങ്ങുകയും ചെയ്യണം. വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യണം. വീട്ടിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഭർത്താവിന് അച്ഛൻ, അമ്മ, ബാപ്പ, ഉമ്മ, വീട്ടിലെ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതിനിടയിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടാത്ത ഒരു വിഭാഗം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ നീളത്തിൽ നടക്കുകയാണെങ്കിൽ വേണമെങ്കിൽ കൊച്ചിയിലൊക്കെ പോയി തിരിച്ചു വരാം. അത്രയും നേരം നടക്കണം. സംഭവം ഈ റൂമിൽ നിന്ന് അടുക്കളയിലേക്കും, അടുക്കളയിൽ നിന്ന് കിണറ്റിന്റെ ഭാഗത്തേക്കും, അവിടെ നിന്ന് വീടിന്റെ പുറത്തേക്കും, അവിടെ നിന്ന് വരാന്തയിലേക്കും, അങ്ങനെ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുക്കുന്ന ഒരു മീറ്റർ ഘടിപ്പിച്ചാൽ ചിലപ്പോൾ കിലോമീറ്ററുകൾ നടക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഇതൊക്കെ ചെയ്തോട്ടെ, പക്ഷെ പ്രശ്നമൊന്നുമില്ല. അവസാനം അവരോടൊരു ചോദ്യമുണ്ട്, നിനക്കെന്താ പണി എന്ന്. അത് കേൾക്കാനാണ് പറ്റാത്തത് അല്ലേ? ഞാനും ഇടയ്ക്കൊക്കെ ചോദിച്ചിരുന്നു. ഈ ഒരു തിരിച്ചറിവ് വന്നതിന് ശേഷമാണ് ഞാൻ ആ ചോദ്യം നിർത്തിയത്. വീട്ടിലെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ചോദിക്കുകയാണ്, ഇവക്കെന്താ ഇവിടെ ഇവക്ക് പണിയൊന്നുമില്ല, നിനക്കെന്താ പണി എന്ന് കേൾക്കാൻ വിധിക്കപ്പെട്ടവര്. ആദ്യം കേൾക്കുമ്പോക്കെ നെഞ്ച് തകരും. പിന്നെ നെഞ്ച് തകരാത്ത എന്താണെന്നറിയ, ഇപ്പോ അത് കേട്ട് കേട്ട് എന്തായി ഓക്കെ പറഞ്ഞില്ലായിരുന്നോ? ഗൾഫിലേക്ക് പോകാൻ നേരത്ത്, എടാ നീ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ പട്ടിണിയാണ്, നീ ഇങ്ങോട്ട് വരണ്ട, ജോലിയും കൂലിയൊന്നും കിട്ടാൻ പ്രയാസാണ്. അപ്പൊ അടുത്തുള്ളവൻ പറഞ്ഞു അത് കുഴപ്പമില്ല, അതൊരു 2 മാസം കഴിഞ്ഞാൽ അതങ്ങ് ക്ലിയർ ആവുമെന്ന് പറഞ്ഞു. അത് 2 മാസം കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് വെച്ച്. അത് 2 മാസം കഴിഞ്ഞാൽ ജോലി കിട്ടുന്നതല്ല, 2 മാസം കഴിഞ്ഞാൽ ഓനും അത് ശീലമായിക്കോളും എന്ന് പറഞ്ഞു. അതേപോലെ ഇത് കേട്ട് കേട്ട് അങ്ങോട്ട് ശീലമാകുകയാണ്. ഓക്കെ. പക്ഷെ ഈ വീട്ടമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, അവർക്കുമുണ്ട് മറ്റുള്ള ആളുകളെ പോലെ എന്ത് ചിന്തയും വികാരങ്ങളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. തൻ്റെ മകളുടെ മകൾ വീട്ടിൽ വന്നാൽ, തൻ്റെ മകന്റെ മകള് വീട്ടിൽ വന്നാൽ, കൊച്ചുമോള് വീട്ടിൽ വന്നാൽ ഒരു ബൊമ്മക്കുട്ടി വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ ഉടുപ്പ് വാങ്ങിക്കൊടുക്കണം, സ്കൂൾ തുറക്കാൻ നേരത്തെ ഒരു ബാഗ് വാങ്ങിക്കൊടുക്കണം, ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിക്കൊടുക്കണം. ഇനി അതല്ല, ഒരു 3-മത്തെയോ 4-മത്തെയോ 2-മത്തെയോ ഒരു പിറന്നാൾ വന്നാൽ ഒരു മോതിരം വാങ്ങിക്കൊടുക്കണം, ഒരു ഷൂ വാങ്ങിക്കൊടുക്കണം, അതല്ലെങ്കിൽ ഒരു സൈക്കിള് വാങ്ങിക്കൊടുക്കണം. ഇതൊക്കെ ആഗ്രഹങ്ങളിൽ പെട്ടതല്ലേ? ഒരു 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 വല്യമ്മ, ഒരു ഉമ്മാമ്മ, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഒരു ആഗ്രഹം മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ ഈ ആഗ്രഹം ഉറച്ചു പറയാൻ ധൈര്യമുള്ള എത്ര വീട്ടമ്മമാരുണ്ട്? വാങ്ങിക്കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷേ അങ്ങനെ പറയാൻ ധൈര്യമുണ്ടെങ്കിലും അത് നേടിക്കൊടുക്കാൻ വേറെ ആരെയോ ഡിപ്പെൻഡ് ചെയ്യണം. ആരെയോ എന്ന വാക്ക് കുറച്ച് അധികം ഗ്യാപ്പ് ഫീൽ ചെയ്യിക്കണ്ട. സ്വന്തം ഭർത്താവിനെയോ മക്കളെയോ ഒക്കെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യണം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ 3 ചക്രമുള്ള സൈക്കിൾ അല്ല നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുക. നിങ്ങളുടെ ഭർത്താവ് ആഗ്രഹിക്കുന്നത് വാങ്ങിക്കൊടുക്കാൻ പറ്റൂ, അല്ല നിങ്ങളെ മക്കൾ ആഗ്രഹിക്കുന്നത് വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. നിങ്ങളൊരു 4000 രൂപയുടെ സൈക്കിൾ വാങ്ങിക്കൊടുക്കണം എന്നാണ് ആഗ്രഹിച്ചതെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പറയും അത്രയൊന്നും വേണ്ട, 1200 മതി, ഇത് 1500 രൂപ വെച്ചോ. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനം നിങ്ങളുടെ കുഞ്ഞിന് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അല്ല, ഞാൻ പറയുന്നത് ഒന്നിനെ മാത്രമേ കണക്ട് ചെയ്തുള്ളൂ കേട്ടോ. ബാക്കി നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളുമാണ്. ഞാൻ എൻ്റെ ഉമ്മയെ ഉൾപ്പെടുത്തി വരികയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ പണം വേണം. ഈ വിഭാഗത്തിന് ആ പണം ഇല്ല. ഇനി ഇവർക്ക് ആ പണം കിട്ടുന്നുണ്ട്. എങ്ങനെയാ കിട്ടുന്നത്? ഒരു 70 മുതൽ 80% ആളുകൾക്കും പണം കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. തൻ്റെ ഭർത്താവ്, തൻ്റെ മക്കള് ഒക്കെ അലക്കാൻ ഷർട്ടോ പാൻസോ അഴിച്ചിടുമ്പോ അലക്കാൻ നേരത്തുണ്ട് ഇവർക്ക് ഈ പോക്കറ്റ് ഒരു തപ്പല്. ആ പോക്കറ്റിൽ നിന്ന് കിട്ടുന്ന 10-20 രൂപ എടുത്തു വെക്കും. അത് പിന്നെ അവരുടെ പൈസയായി. ആ പൈസ അവരെന്താക്കും? അത് എടുത്തിട്ട് വല്ല ജീരക കുപ്പിയിലോ അല്ലെങ്കിൽ മരുന്നിന്റെ പെട്ടിയിലോ വേറെ എവിടെയും കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കും. ഒരു 100 രൂപയ്ക്ക് മുകളിലൊക്കെയാണ് തിരിച്ചു കൊടുക്കും. അതിന് ചെറിയ ചില്ലറ പൈസയൊക്കെ അല്ല. ചില്ലറ പൈസ എടുത്ത് അത് അവരുടെ അവകാശമായ മാറിയ ഒരു പണമായി അവർ മാറ്റി അതങ്ങനെ ഒരുക്കി കൂട്ടി വെച്ച് അവർ ഉദ്ദേശിക്കുന്ന സമയമാകുമ്പോൾ അത് എടുക്കുമ്പോൾ ചിലപ്പോൾ 1000, 1200, 2000 ഒക്കെ ആയിട്ടുണ്ടാവാം. മേ ബി ചാൻസ് ഫോർ ദാറ്റ്. ആ പൈസ കൊണ്ടാണ് അവർ അഭിമാനത്തോടുകൂടി തൻ്റെ കുട്ടിക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊടുക്കുന്നുണ്ടാവുക. ഇതാണ് ഒരു പരിധി വരെ നടക്കുന്നത്.
എന്നാലും സ്വന്തം കാര്യങ്ങൾ വാങ്ങുന്നത് അവസാനമായിരിക്കും, സ്വന്തം ഇഷ്ടങ്ങൾക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ ഈ പ്രോഗ്രാം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഈ വീട്ടമ്മമാർക്കാണ്. അവർക്കായിരിക്കട്ടെ ഇന്നത്തെ എന്റെ ഈ ഒരു പ്രോഗ്രാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർ നമ്മളെ പോലെ ജീവിക്കുന്നവരും അവർ ആഗ്രഹമുള്ളവരാണ്. ബാക്കി ജോലിക്ക് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് എന്താ പറയുക, ഞാൻ തൊഴിലുറപ്പിന് പോകുന്നുണ്ട് എന്ന് പറയാൻ പോലും അധികാരവും ധൈര്യമുള്ളവരുണ്ട്. അവരുടെ കയ്യിൽ പണം ഉണ്ടാവും. അപ്പോ മറ്റുള്ളവരെ ഞാൻ മോശമാക്കി, എന്നാലും ബാക്കിയുള്ളവര് പാർട്ട് ടൈം ചെയ്തിട്ട് ഒരു അധിക വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണിത്. കാരണം എന്താ, ഇപ്പൊ സ്വർണത്തിന് എന്താ വില, ഭയങ്കര വില കൂടി. പെട്രോളിന് എന്താ വില കൂടി. ഇന്നെന്താ മീനിന് എന്താ വില, എന്തെല്ലാ സാധനങ്ങൾക്കും നിങ്ങളൊന്ന് വില അന്വേഷിച്ച് നോക്ക്. ആ വില അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷം ജീവിതം കോംപ്രമൈസ് ചെയ്യുന്ന തരത്തിലേക്ക് എത്തി നിൽക്കുകയാണ് മറ്റുള്ളവർ. ഞാൻ വീട്ടമ്മമാരെ ഒഴിവാക്കി ഞാൻ പറയാ. സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പൊ ഈ പറഞ്ഞ ഇനിയിപ്പോ ജോലി ഉള്ളവരെ കുറിച്ച് ഞാൻ പറയാം. ജോലി ഇല്ലാത്തവരുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞതെങ്കിൽ, ജോലി ഉള്ളവരെ കുറിച്ച് ഞാനൊന്ന് പറയാം. ജോലി ഉള്ളവരുടെ സ്ഥിതി എന്താ, ലൈഫിൽ കോംപ്രമൈസ് ചെയ്യുക. രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ കോംപ്രമൈസ്? ഞാൻ എന്റെ ചെറിയൊരു കുട്ടി, അല്ലെങ്കിൽ നമ്മുടെ മകളുടെ മകൾ, ഇതേ പറഞ്ഞ നേരത്തെ കൊച്ചുമോളെയും കൂട്ടി, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മകളെയും കൂട്ടി, കൊച്ചുമോള് പോട്ടെ, സ്വന്തം മക്കളെ കാര്യം എടുക്കുക. ഒരു കറൻസി വാല്യൂ അറിയാത്ത, സമ്പത്തിന്റെ വലിപ്പം അല്ലെങ്കിൽ പണം എന്താണ്, പൈസ എന്താണെന്ന് അറിയാത്ത ഒരു മോളെയോ മോനെയോ കൊണ്ട് സാർ പറഞ്ഞത് കൊണ്ട് വരുന്ന വീട്ടമ്മമാർ കുറെ ഇന്ന് ക്ലാസ്സിലുണ്ട്. ആ വീട്ടമ്മമാർക്ക് തന്നെയാണ് ഞാൻ ഇന്നത്തെ ഈ പ്രോഗ്രാം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എനിക്ക് എത്ര വീട്ടമ്മമാരുണ്ടെന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞു. വളരെ സന്തോഷം. അപ്പൊ നമ്മുടെ കുട്ടികളെയും കൊണ്ട് നമ്മൾ ടെക്സ്റ്റൈൽസിലേക്ക് പോവാണ്. ചെറിയ കൊച്ചു മോളാണ്, ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നു. ടെക്സ്റ്റൈൽസ് പോയി കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഭാര്യയും ഭർത്താവും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിർത്തതിന് ശേഷം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു 10,000 രൂപയും കൊണ്ട് പെരുന്നാളിന് പോവുകയാണ്, അല്ലെങ്കിൽ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ആ ചെറിയ കൊച്ചു മോള് കുട്ടി പോയിട്ട് ഓടിപ്പോയിട്ട് ഒരു ഉടുപ്പെടുത്തിങ്ങ് വരികയാണ്. അമ്മേ എനിക്കിത് വേണം, അല്ലെ ഉമ്മച്ചി എനിക്കിത് വേണം. ആ മോളെ അത് പാക്ക് ചെയ്തോ എന്ന് പറയണ എത്ര ധൈര്യമുള്ളവരുണ്ട്? ഇല്ല. നിങ്ങൾ ആദ്യം ആ ഡ്രസ്സ് പാകമാണോ അല്ലെങ്കിൽ അതിന് മൊഞ്ചുണ്ടോ എന്നല്ല നോക്കുക. നമ്മൾ ആദ്യം നോക്കുന്നത് അതിന്റെ ടാഗാണ്, പ്രൈസ് ലിസ്റ്റ്. അതിന്റെ ആ ടാഗിന് എഴുതി വെച്ചിരിക്കുന്നു 12,000 രൂപ ഓഫർ ഉണ്ട്, 11,990 രൂപ. അത് 100 രൂപ ഓഫർ ഉണ്ട്. അതിന് ഓഫർ ഉണ്ടെങ്കിൽ പോലും അത് എടുക്കാൻ പറ്റില്ല. കാരണം 11,990 രൂപ കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്യും? മോളെ ഈ ഡ്രസ്സ് എടുക്കാനുള്ള പൈസ എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത പ്രായമുള്ള ചെറിയ കുട്ടിയാ. പൈസ ഇല്ല എന്ന് പറയുമോ? പൊതുവെ പറയുന്ന സാധനം തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കും. ഭാര്യ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഉമ്മ നീ മോളോട് പറയും, മോളെ ഇത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി നിന്റെ പിതാവായ എന്റെ കെട്ടിയവൻക്കില്ല എന്ന് നമ്മൾ പറയുമോ? അങ്ങനെ പറയൂല. ഞങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയുന്നറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ പറയും എന്താണെന്നറിയോ, ഈ മോൾ ഇതെണ്ണം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ മോൾ ഒന്ന് ഇട്ട് നോക്കുമെന്ന് പറയും. അവസാനം ഇട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഈ മോളെ കാണാൻ ഒരു മാലാഖ കുട്ടിയെ പോലെ നമുക്ക് തോന്നും. എന്തൊരു ഭംഗിയാ കാണാൻ, എന്തൊരു രസാന്നറിയാം. അതൊന്ന് എടുത്തു കൊടുക്കണം, നമ്മളെ ഹൃദയം ഒന്ന് തുടിക്കും. പക്ഷെ ഈ പൈസ അനുവദിക്കാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു സാധനമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പറയും, നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല. മോളെ ഈ ഡ്രസ്സ് നിനക്ക് ഇട്ടിട്ട് എന്താന്നറിയില്ല, നിനക്കത് ആരെങ്കിലും ഒരാൾ പറയുമോ നിനക്കത് അത് തന്നെ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്താന്ന് പറഞ്ഞത്. നിനക്കത് ചേരൂല എന്ന് പറയും. എന്താന്നറിയില്ല, നിനക്കത് അതാ എഴുതി വെച്ചേക്കുന്നത് കറക്റ്റ്. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ നാട്ടിൽ മാത്രം, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാ പറയുന്നല്ലേ, നിനക്കത് ചേരൂല എന്ന് പറയും. ഇത് കേട്ട് കുട്ടി അയ്യോ എനിക്കിത് ചേരൂല. കാരണം അത് ആരാ പറയുന്നേ? സ്വന്തം പിതാവും മാതാവാ പറയുന്നത് നിനക്ക് ചേരൂലെന്ന്. ആ സങ്കടത്തിലെ കുട്ടി അത് മാറ്റുന്നു. അതിനുശേഷം മോക്ക് ചേരുന്നത് ഞാൻ എടുത്തു തരാന്ന് പറയുന്നു. എന്നിട്ട് ചേരുന്നത് എടുത്തു കൊടുക്കുന്നത് എവിടുന്നാ? നേരെ പോയിട്ട് ഇതേ കളറുള്ള ആ കുട്ടി ഏത് കളറാണോ ആ ഡ്രസ്സ് എടുത്ത് ഏതാണ്ട് അതേപോലെയൊക്കെയുള്ള ഒരു കളറുള്ളൊരു 800 രൂപ 1000 രൂപ ഒരു തരത്തിലുള്ള ഒരു ഡ്രസ്സ് പോയി എടുത്തു കൊടുക്കും. ഇത് എടുത്തപ്പോഴേ കുട്ടിക്ക് അറിയാതെ എനിക്ക് പറ്റില്ല എന്നുള്ളത്. മോളത് ഇട്ട് നോക്കിയേ. അങ്ങനെ മോളത് ഇട്ട് വരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, അഭിനയത്തിൽ ഓസ്കാർ അവാർഡ് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്ന രീതിയിൽ ഇവരുടെ മുഖത്ത് ഒരു പ്രത്യേകമായ ഒരു ഭാവാഭിനയം ഉണ്ടാവും. ഈ മോളിങ്ങോട്ട് ഓടി വരുന്ന സമയത്ത് നേരത്തെ ചേരൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പറഞ്ഞ ആളുകളുടെ മുഖത്ത് വേറെ ഒരു വർണ്ണവിസ്മയം കാണാം. എന്ത് രസാ എന്റെ മോളെ കാണാന്. നെഞ്ച് നുറുങ്ങി അല്ലാതെ അത് പറയാൻ പറ്റുമോ? ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ പറയും ഇത് നിനക്ക് ചേരുന്നുണ്ടെന്ന്. പക്ഷെ നമുക്കറിയാം നേരത്തെ ഡ്രസ്സാ ചേർന്നത്, ഈ ഡ്രസ്സ് ചേരില്ല എന്നറിയാം. പക്ഷെ പൈസ കൊണ്ട് ഇതേ ചേരുള്ളൂ. അതുകൊണ്ട് വേറെ നിർവാഹം ഇല്ലാത്തത് കൊണ്ട് മാത്രം പറയാൻ വിധിക്കപ്പെടുന്ന ഒരു ഇങ്ങനത്തെ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാവും പല ആളുകൾക്കും. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഡ്രസ്സിന്റെ കാര്യം പോട്ടെപ്പാ,
ഇനി നമുക്കൊരു മീൻ വാങ്ങുന്നിടത്തേക്ക് പോകാം. ഒരു കുടുംബനാഥൻ മീൻ വാങ്ങാൻ പോകുന്നത് ഒരു 1000 രൂപ അല്ലെങ്കിൽ 1200 കൂലി കിട്ടിയിട്ട് തന്റെ ബൈക്കുമായിട്ട് ആ മീൻ മാർക്കറ്റിൽ പോയിട്ട് മീൻ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്, മീനിന്റെ വില ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അയക്കൂറ എന്താ വില? 900. ആഗോലി എന്താ വില? 800. എന്നാ പിന്നെ എന്താണ് ചെമ്മീൻ എന്താ വില? 600. അങ്ങനെ ഓരോ സാധനത്തിന് വില അങ്ങനെ ചോദിച്ച് അവസാനം അയില എന്താ വില? അയില 300. മത്തി 120 കിലോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് നോക്കും. എന്നിട്ട് അടുത്തേക്ക് കുറച്ചൊന്ന് ആഞ്ഞു നിന്നിട്ട് പറയൂ, എന്നാ 100 രൂപയ്ക്ക് മത്തി എടുത്തോ. 120 വേണം കിലോക്ക്, വാങ്ങൂല. 100 രൂപയ്ക്ക് മത്തി എടുത്തോ. ആ മത്തി എടുത്തിട്ട് നേരെ കവറിലിട്ട്, ഈ മീൻകാർ പണ്ടത്തെ പോലെ അല്ല, അതൊന്ന് പേപ്പറിൽ പൊതിഞ്ഞാ കൊടുക്കുക. അതുമായിട്ട് നേരെ പോയിട്ട് ഭാര്യയുടെ അടുത്ത് കൊടുക്കും. എടീ, സന്തോഷത്തിലായിരിക്കും വരുന്നേ. എടീ ഇതാ 2 കഷ്ണം പൊരിച്ചോ, ബാക്കിയുള്ളത് കറി വെക്കുകയോ വരട്ടുകയോ ചെയ്തോ എന്നൊക്കെ അങ്ങ് പറയും. പതിവില്ലാതെ പറഞ്ഞപ്പോ കെട്ടിയോളും വിചാരിച്ചിരുന്ന് കാര്യമായിട്ട് എന്തോ തടഞ്ഞിട്ടുണ്ട്, എന്റെ കാക്ക എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. 36 നെഞ്ചിനുള്ളിൽ നീയാണ് പാട്ടൊക്കെ പാടി അടുക്കളയിലേക്ക് പോയി. ഇത് മെല്ലെ പൊളിച്ച് നേരെ കിണ്ണത്തിലേക്ക് ഇട്ട് നോക്കുമ്പോ ഒരശരീരി. എന്താണ്? അല്ല മനുഷ്യ, ഇന്നും മത്തിയ ഇന്നും മത്തിയ എന്ന ചോദ്യത്തിനല്ല അവിടെ പ്രസക്തി. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? എന്നും അതാണ് സംഭവം. ഞാൻ പറഞ്ഞപ്പോ ചിരി വന്നിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു വേദന പറയട്ടെ ഞാൻ. അതിനുള്ളൊരു വേദന ഇപ്പൊ നമുക്കത് പക്ഷെ അതിന്റെ വേദന പറയട്ടെ. ഞാൻ ഉൾപ്പെടുന്ന കുടുംബനാഥൻ ഒരു 1000 രൂപ അല്ലെങ്കിൽ 700 രൂപ കൂലി കിട്ടിയിട്ട് തന്നെ ആ മീൻ മാർക്കറ്റിൽ പോയിട്ട് ചോദിച്ചത് എന്തിനാണെന്നറിയോ? ഈ എല്ലാത്തിനും വില ചോദിച്ചത് എന്തിനാണെന്നറിയോ? നാളത്തെ PSC പരീക്ഷയ്ക്ക് എഴുതാനല്ല. എന്റെ വീട്ടില് എന്നെ ആശ്രയിക്കുന്ന എന്റെ മക്കൾ, എന്റെ മാതാവ്, എന്റെ പിതാവ്, എന്റെ ഭാര്യ, എന്റെ കുഞ്ഞുങ്ങൾ, അവർക്ക് നല്ല ഒരു അയക്കൂറയുടെ കഷ്ണം കൊടുക്കാൻ അല്ലെങ്കിൽ നല്ല ഒരു മീൻ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്റെ കയ്യിലുള്ള പോക്കറ്റും നിന്റെ തട്ടിലുള്ള മീനും തമ്മിൽ ചേരുമോ എന്നുള്ളൊരു യുദ്ധം നടക്കുകയായിരുന്നു അവിടെ. ആണോ അല്ലയോ? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. വെറുതെ വില അറിയാനല്ലല്ലോ ചോദിച്ചത്. ആ അയക്കൂറക്ക് 250 300 ആണെങ്കിൽ എന്റെ പോക്കറ്റിൽ ഒരു 300 രൂപ കൊടുത്ത് എനിക്കത് വാങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണ പോരാട്ടം, യുദ്ധം നടക്കുകയായിരുന്നു അവിടെ. ആ യുദ്ധത്തിൽ ഇയാൾ തോറ്റു. ഒരു ദിവസം തോറ്റു, 2ാമത്തെ ദിവസവും തോറ്റു, ജീവിതകാലം മൊത്തം തോറ്റിരിക്കുക. അതുകൊണ്ടാണ് അവന്റെ ആഗ്രഹം അവന്റെ കുടുംബത്തിന് ഇതൊന്നും തീറ്റിക്കണം. അപ്പൊ ഇനി അത് 1000 രൂപയ്ക്ക് അത് വാങ്ങിക്കൊടുത്താലോ ഇവന് നാളെ ജോലിക്ക് പോകാൻ എണ്ണ അടിക്കാൻ പൈസ ഉണ്ടാവില്ല. ഇവന്റെ കുട്ടികൾക്ക് STക്ക് കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പൊ വീട്ടിലേക്ക് മീൻ വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയാണ് ഒരു മീൻ വാങ്ങുന്ന കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ. ഇനി സ്ത്രീകളാണെങ്കിലോ അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങാൻ, ചുരിദാർ വാങ്ങാൻ, അതൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഞാൻ അങ്ങനെ ഒന്നും വരും സാറേ, ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങുന്നുണ്ട് സാറേ, ഞാൻ ചെരുപ്പൊക്കെ വാങ്ങുന്നുണ്ട് സാറേ, ഞാൻ എൻ്റെ മക്കളെ അങ്ങനെയല്ല പോറ്റുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ അതൊരു 50% ആളുകൾ നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ നിങ്ങളുടെ ലൈബിലിറ്റീസിലേക്കൊന്ന് നോക്കുക. പുറകോട്ട് നിങ്ങളുടെ കടം അറിയാതെ നിങ്ങളുടെ കടങ്ങൾ ഇങ്ങനെ വലുതായിട്ടുണ്ടാവും. കടങ്ങൾ. അപ്പൊ ഈ കടം എന്ന് പറഞ്ഞാലോ, അയൽക്കൂട്ടത്തിൽ എടുക്കുന്നു, കുട്ടിക്കൂട്ടത്തിൽ കൊടുക്കുന്നു, കുട്ടിക്കൂട്ടത്തിൽ കൊടുക്കുന്നു, മാങ്കൂട്ടത്തിൽ കൊടുക്കുന്നു, മാങ്കൂട്ടത്തിൽ വെട്ടുകൂട്ടത്തിൽ കൊടുക്കുന്നു. അതായത് കടം ഒരിക്കലും തീരില്ല. കടത്തിന്റെ പൊസിഷൻ മാത്രമേ മാറുന്നുള്ളൂ. അതായത് എയിൽ നിന്ന് വാങ്ങി ബിക്ക് കൊടുക്കുന്നു, ബിയിൽ നിന്ന് വാങ്ങി സിക്ക് കൊടുക്കുന്നു, സിയിൽ നിന്ന് വാങ്ങി ഡിക്ക് കൊടുക്കുന്നു. അങ്ങനെ Z വരെ കൊടുത്തതിന് ശേഷം പിന്നെയും ആദ്യം വാങ്ങിയ എ ഉണ്ടല്ലോ അവിടെ, എ എടുത്ത് വാങ്ങിയിട്ട്, അതായത് ഒരിക്കലും കടം വാങ്ങുന്ന ആളുകളുടെ റേഞ്ച് തീരുന്നില്ല. ഇതിനെയാണ് നമ്മൾ റോളിംഗ് എന്ന് പറയുന്നത്. റോളിംഗ് എന്ന് പറഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോ ആ കടം വലുതായിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇനി ആണുങ്ങളുടെ സ്ഥിതി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ആണുങ്ങൾ ശരിയില്ലായിട്ടാണ്. പെണ്ണുങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കണ്ട. ഇതിലത്തെ ആണുങ്ങൾ വിചാരിക്കും ഇയാള് ഫുള്ള് പെണ്ണുങ്ങളെ മാത്രം നല്ലോണം പറയാൻ നിൽക്കുക. അല്ല. ഇനി ആണുങ്ങളുടെ സ്ഥിതി പറയാം. ആണുങ്ങളുടെ സ്ഥിതി എന്താ? ഈ കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം കുടുംബത്തിന്റെ കാര്യം മൊത്തം നോക്കാൻ. അവനും ആഗ്രഹമുണ്ടേ ഒരു ബ്രാൻഡഡ് ഷർട്ട് ഇടാൻ, ഒരു ടിസോട്ടിന്റെ റാഡോയുടെ വാച്ച് കെട്ടാൻ, ഒരു വുഡ്ലാൻഡിന്റെ ഒരു അഡിഡാസിന്റെ സ്കെച്ചേഴ്സിന്റെ ഷൂ ഇടാൻ. ഇതൊക്കെ അവന്റെ ആഗ്രഹമൊക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോ അവർക്കും ആഗ്രഹമുണ്ട്. ആണുങ്ങൾക്കും ജീവിക്കണം, നല്ല ഷൂ ഇടണം, നല്ല ഡ്രസ്സ് വാങ്ങണം, നല്ല കാറ് വാങ്ങണമൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഈ വരുമാനം കൊണ്ട് പറ്റുന്നില്ല. അവനത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവന്റെ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല, അവൻ പറ്റാത്തതുകൊണ്ടാ.
അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ എന്താക്കൂല ഒരിക്കലും പിന്നെ എന്താ പറയാ ഷൂ എടുക്കാൻ വേണ്ടി പോകും. എങ്ങനെയാ ഷൂ എടുക്കാൻ കൂട്ടുകാരനും പോയിട്ട് എന്താ ഷൂ സ്കെച്ചേഴ്സിന്റെ ഷൂവിന് എന്താ വില? 7,000 രൂപ. എന്നിട്ട് വാച്ചിന് എന്താ വില? ടിസോന്റെ വാച്ചിന് എന്താ വില? 1,30,000 രൂപ. അപ്പൊ ഇവൻ ചോദിക്കും, ഒരു ചോദ്യമുണ്ട്, കോപ്പി ഉണ്ടോന്ന്. കോപ്പി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വരെ കോപ്പി 4 വരെ കോപ്പി അല്ല. അതായത് ഈ സാധനത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോന്ന്. അതായത് 1,00,000 രൂപയുടെ വിലയുള്ള സാധനം 1,000 രൂപയ്ക്ക് കിട്ടും. 8,000 രൂപയുടെ സ്കെച്ചേഴ്സിന്റെ ഷൂ 800 രൂപയ്ക്ക് കിട്ടും. ഇതിനെയാണ് കോപ്പി എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ വാങ്ങിയിട്ടിട്ട് അത് കോപ്പി വാങ്ങി, ബ്രാൻഡ് ഷർട്ട് കോപ്പി വാങ്ങി, മറ്റേ വാച്ച് കോപ്പി വാങ്ങി, ഇതെല്ലാം കോപ്പി വാങ്ങിയിട്ട് ഇവരതങ്ങ് ഇട്ട് കഴിഞ്ഞാല് ഇവന്റെ മനസ്സിന്റെ ഉള്ളിൽ നുളയ്ക്കുന്നത് എന്താണെന്നറിയോ? നാളെ ഞാൻ ഇതെല്ലാം എടുത്ത് ടൗണിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കണം ഞാൻ ഇതിന്റെ ഒറിജിനലാണ് ഇട്ട് നടക്കുന്നത് എന്ന് കരുതണം എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ മുകളിൽ പണ്ട് ഏതോ സിനിമയില് പപ്പു പറഞ്ഞിട്ടില്ലേ, പടച്ചോനേ കാത്തോളീന്ന് ആ ഒരു ഡയലോഗ് ഇട്ടിട്ട് ഈ സാധനം ഇട്ടിട്ട് ഇവർ അങ്ങാടി കൂടെ നടക്കുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ കത്തല, വിങ്ങല, തേങ്ങല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അവന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല സാർ. അവന് ഇപ്പൊ കിട്ടുന്ന വരുമാനം കൊണ്ട് അവന്റെ കുടുംബം മുന്നോട്ട് പോകാൻ അവൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എല്ലാവരെ കുറിച്ച് പറഞ്ഞു തന്നാന്ന് വെച്ചാലോ, അൾട്ടിമേറ്റ് സാമ്പത്തികമായിട്ട് നമ്മൾ ഇനി മുന്നേറേണ്ടതുണ്ട്. അതിന്റെ മുമ്പിൽ നമ്മുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല, ഉള്ളത് മാത്രമേ ഉള്ളൂ. സാറെ നിങ്ങൾ ഇതൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ജോലി ഉണ്ട്, അതിന്റെ ഇടയിൽ കൂടെ ഒരു പാർട്ട് ടൈം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മോശമല്ലേ? അടുത്തുള്ള വിചാരിക്കണം ഞാൻ ഭയങ്കര ദാരിദ്ര്യത്തിലാണ്. നിങ്ങളിപ്പോ ചെയ്യുന്നൊരു ജോലി, ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഇടയിൽ കൂടെ പാർട്ട് ടൈം ആയിട്ട് മൈ ലൈഫ് എന്ന് പറഞ്ഞ സാധനം ചെയ്യാൻ പോകുമ്പോൾ ആളുകൾ വിചാരിക്കും എന്ത്, അവന് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് വലിയ മെച്ചമൊന്നുമില്ല, അതുകൊണ്ട് അവന് അഡീഷണൽ ജോലി ചെയ്യുന്നത്. ഞാനൊരു വീട്ടമ്മയാണ്, ഞാൻ ഇത് ചെയ്യുമ്പോ ഇവള് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് ഇവളുടെ വീട്ടിൽ കുറച്ച് ദാരിദ്ര്യം ഉണ്ടെന്ന് തോന്നുന്നു, പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നത് മോശമല്ല, അയൽവക്കക്കാരി അറിഞ്ഞാൽ എന്താ ചെയ്യാ എന്ന് കരുതുന്നവരുണ്ട്. സാറേ ഞാന് ഒരു ടീച്ചറാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ഷോപ്പിലെ സെയിൽസ്മാൻ ആണ്, സെയിൽസ് ഗേൾ ആണ്, അല്ലെങ്കിൽ ഞാനൊരു ബാങ്കിന്റെ ഏജന്റ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു കളക്ട് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ പിന്നെ കുറി നടത്തുന്ന ഞങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്താ വിചാരിക്കുന്നത്? എന്റെ മരുമോന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക, മരുമോളെ വീട്ടുകാരെന്താ വിചാരിക്കുക, എന്റെ അയൽവക്കക്കാരി എന്താ വിചാരിക്കുക, എന്റെ കൂട്ടുകാരി എന്താ വിചാരിക്കുക? അവര് വിചാരിക്കുക എനിക്ക് ഇപ്പൊ ചെയ്യുന്ന ജോലി കൊണ്ട് എനിക്ക് ജീവിക്കാൻ ഞാൻ പാടുപെടുകയാണ്, അതുകൊണ്ട് ഇയാൾ പാർട്ട് ടൈം ചെയ്യുന്നത് കണ്ടാ മോശമല്ലേ എന്നുള്ള ഒരു സംഭവം എല്ലാവരുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് ഈ ബിസിനസ്സിന് മുഖം തിരിച്ചു നടക്കുന്ന ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ഈ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇപ്പൊ ചെയ്യുന്ന തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ പ്രയാസപ്പെടുമ്പോൾ അഡീഷണൽ ആയിട്ടൊരു സമയം കണ്ടെത്തി മറ്റൊരു ജോലിയോ അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി തന്നെ കൂട്ടിയോ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിന് നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ പാർട്ട് ടൈം എന്ന് പറയാ. ചെയ്യുന്ന ജോലി തന്നെ അധികരിപ്പിച്ച് ചെയ്യുന്നതിന് OT എന്ന് പറയും, ഓവർ ടൈം എന്ന് പറയും. ഇനി ആ ജോലി നിർത്തിയിട്ട് വേറൊരു ജോലിയിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ടീച്ചറെ സംബന്ധിച്ച് ചില ടീച്ചർമാർ സ്കൂളിൽ പഠിത്തു കഴിഞ്ഞാൽ ട്യൂഷൻ എടുക്കുന്നതാണ്. ചില പോലീസുകാർ ജോലി ചെയ്ത് കഴിഞ്ഞു വന്നാൽ മറ്റുള്ള ജോലി, കൃഷി, മറ്റുള്ള ജോലികൾ ചെയ്യുന്നതാണ്. ചില ഓട്ടോ ഡ്രൈവർമാർ അത് കഴിഞ്ഞു വന്നാൽ ആടിനെ പോറ്റുന്നതാണ്, പോത്തിനെ പോറ്റുന്നതാണ്, പശുവിനെ കറക്കുന്നതാണ്. ഇതിനെയാണല്ലോ പാർട്ട് ടൈം എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പൊ നമുക്ക് ഈ പാർട്ട് ടൈം ചെയ്യാൻ എന്തോ ഒരു മടിയാണ്. പക്ഷെ ആ മടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്തിനാ പാർട്ട് ടൈം ചെയ്യാൻ നമ്മൾ മടിക്കേണ്ട കാര്യം? ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇന്ന് നമ്മളോട് ചോദിക്കണം, മക്കളോട് നിങ്ങൾക്ക് ഏറ്റവും നമ്മളൊക്കെ കുട്ടിക്കാരായ സമയത്ത് നമ്മൾ കേട്ട കുറെ കാര്യമുണ്ട്. നിങ്ങളോട് നമ്മൾ സ്കൂളിൽ നിന്ന് ചോദിക്കും, മക്കളെ നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാറ്? അന്ന് ചെറുപ്പത്തിൽ എനിക്ക് ജീപ്പിന് ഡ്രൈവർ ആകണം, ബസ്സിന് ഡ്രൈവർ ആകണം, എനിക്ക് ഹോട്ടലിൽ വെയിറ്റർ ആകണം, എനിക്ക് സെയിൽസ്മാൻ ആകണം, സെയിൽസ് ഗേൾ ആകണം എന്നാണ് നമ്മൾ പറഞ്ഞേ. അല്ല, നമ്മൾ ആദ്യം ചാടിപ്പറ എനിക്ക് ഡോക്ടർ ആവണം എന്നാ പറയാ. പണ്ട് എനിക്ക് ഡോക്ടർ ആവണം എന്നാ പറയാ. പിന്നെ എഞ്ചിനീയർ ആവണം. ഓരോടും എഞ്ചിനീയർ, എന്താ പറയുക, ഞാൻ ടീച്ചർ പറയാം, ടീച്ചർ ആവണം. പ്രത്യേകിച്ച് ഫോക്കസ് ഒന്നും ഉണ്ടല്ലോ ആഗ്രഹം. എന്നാലും ആഗ്രഹങ്ങളിൽ ആദ്യം വരുന്നത് ഡോക്ടറും എഞ്ചിനീയറും ടീച്ചറും വക്കീലൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഈ ഇരിക്കുന്നൊക്കെ ഡോക്ടർമാരാ കണക്കിന് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു 90% ഡോക്ടർമാരാണ് ഈ ഇരിക്കുന്നവർ, നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളെ പ്ലാനിങ്ങും ആഗ്രഹം വെച്ചിട്ട്. എന്നാ ഈ ഡോക്ടർ ആവുക എന്ന് പറയുന്ന സാധനം ഡോക്ടർ ആയാലുള്ള അവസ്ഥ എന്താണ്? ഇനി നിങ്ങളെ ഞാൻ ഡോക്ടറത്തെ കൊണ്ടുപോവാ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരാൻ റെഡിയാണ്, നമ്മൾക്ക് ആഗ്രഹം ഡോക്ടറാണ്. ഈ ഡോക്ടർമാർ പാർട്ട് ടൈം ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ഒരു ഡോക്ടർ ആയതിനു ശേഷം ഒരു ഗവൺമെന്റ് ഡോക്ടർ ആവുക എന്ന് പറഞ്ഞാൽ വലിയൊരു പൊസിഷനാണ്.
വലിയൊരു ആഗ്രഹമാണ് എല്ലാവരുടെയും. നിങ്ങളുടെ മകളെ ആരെയും കല്യാണം കഴിക്കാൻ വരുമ്പോ എന്താ ചെക്കൻ എന്താ ജോലി? ഓൻ ഡോക്ടറാ. ആഹാ, ഡോക്ടറാ, അടിപൊളിയാണല്ലോ. നിങ്ങളുടെ മകൻ ഡോക്ടറേറ്റ് കിട്ടിയാലോ? എന്റെ മോൻ ഡോക്ടറാണ്. ഇനി നിങ്ങളൊക്കെ ഡോക്ടറായിട്ട്, ഞാൻ ഡോക്ടറാണ്. നല്ല പൊസിഷൻ, നല്ല പ്രൊഫൈൽ ഉള്ളതാണ് അന്നും ഇന്നും എന്നും. അത് അങ്ങനെ തന്നെയാണ്. അത് വലിയൊരു മറ്റുള്ള പ്രൊഫഷനെ ചെറുതായി കാണുകയല്ല. കാരണം നമ്മൾ പണ്ട് മുതലേ കേട്ടുകേൾവി വെച്ചിട്ടുള്ള ഞാനൊരു നാടൻ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ എന്റെ കൂടെ വാ, ഒരു ഗവൺമെന്റ് ഡോക്ടറുടെ അടുത്തേക്ക് ഞാൻ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ കൊണ്ടുപോകാം നിങ്ങളെ. നിങ്ങളിപ്പോ എവിടേക്കാണ്? കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 500ഓളം ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ നിങ്ങളുടെ നാട്ടിന്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോവുക. എന്നിട്ടൊരു ഉച്ച വരെ അവിടെ നിൽക്കുക. ഈ ഡോക്ടറെ ഒന്ന് നിങ്ങൾ പരിശോധിക്കുക. എങ്ങനെ പരിശോധിക്കുക? വിട്ടു നിന്ന് പരിശോധിക്കുക. അവിടുത്തെ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരങ്ങ് ഇറങ്ങും. അവർക്ക് കിട്ടിയ ജോലിയും കാര്യങ്ങളും പൊസിഷനും ഒക്കെ വെച്ചുകൊണ്ട് അവരിറങ്ങും. അവർ നേരെ ഭക്ഷണം കഴിക്കാൻ ഒന്നുകിൽ ഹോട്ടലിലോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലോ പോകും. അതിനുശേഷം അവരുടെ പുറകിൽ തന്നെ CBI മൂസയില്, മറ്റേ CID മൂസയില് ദിലീപ് പോകും പോലെ പോകണം നിങ്ങൾ. അതിൽ 90% അല്ലെങ്കിൽ 80% ഡോക്ടർമാരും പോയതിനു ശേഷം 4 മണിക്ക് അവർ വീണ്ടും ഒരു സ്ഥലത്തേക്ക് പോയി. ആ നാട്ടിലെ മർമ്മപ്രധാനമായ ഒരു ടൗണിലെ ഏതെങ്കിലും ഒരു സ്വകാര്യ ബിൽഡിങ്ങിലെ ഒരു പുറകിലുള്ള ഏതെങ്കിലും ഒരു റൂമില് അവർ ക്ലിനിക്ക് ഉണ്ടാവില്ലയോ? ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റുമോ? ഉണ്ടാവൂലേ? കാരണം അവർ പേഴ്സണലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. കുട്ടികളുടെ ഫീസ് വാങ്ങിയിട്ടും മറ്റേ ഇത് വാങ്ങിയിട്ടും അവർ 100 ആളെ നോക്കും. അവരൊരിക്കലും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവർ നാട്ടുകാർക്ക് സേവനം ചെയ്യാൻ വേണ്ടിയാണത് ചെയ്യുന്നത്, നല്ലൊരു ഡോക്ടറാണെന്ന് പേര് കേൾക്കാൻ വേണ്ടിയാണെന്ന്? അല്ലല്ല, അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ അവർ ഫീസ് വാങ്ങാൻ നടത്തണം. അവർ ഫീസ് വാങ്ങുന്നത് എന്തിനാ പ്രിയപ്പെട്ടവരെ? അവർക്ക് ഇപ്പോൾ കിട്ടുന്ന സാഹചര്യം കൊണ്ട് അവരുടെ മുന്നോട്ട് പോകാൻ അവർ പ്രയാസപ്പെടുന്നു. അവരുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു അധിക വരുമാനത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ജോലിയാണ് പാർട്ട് ടൈം എന്ന് പറയുന്നത്. അതാണ് പാർട്ട് ടൈം. ഇനി അതൊക്കെ പോട്ടെ, ഡോക്ടർക്ക് പോട്ടെ. എനിക്കല്ല, നൂർഷ എന്ന് പറഞ്ഞാൽ എനിക്കും വീട്ടമ്മയായ നിങ്ങൾക്കും, നിങ്ങൾ ജോലി ചെയ്യുന്ന ഓട്ടോ ഡ്രൈവറായ നിങ്ങൾക്കും ഒക്കെ ആണല്ലോ ഈ പാർട്ട് ടൈം ചെയ്യാൻ മടി. ഈ ഡോക്ടർ ഇവിടെ പാർട്ട് ടൈം ചെയ്യുന്നത്, ഇതിന്റെ പേരെന്താണെന്ന് നിങ്ങൾ പറ. അല്ലെങ്കിൽ ഈ ഡോക്ടർ ഈ ചെയ്യുന്ന വ്യവസ്ഥയെ വേറെ ഒരു പേരുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു. ഞാനത് കുറ്റം പറയല്ല. ഇവിടെ നമ്മളെന്തെങ്കിലും സാധാരണക്കാരായ നമ്മളെന്തെങ്കിലും അഡീഷണൽ ചെയ്യുന്ന സമയത്ത് ആളുകൾ കൊത്തിപ്പറിക്കാൻ വരിക. നീ എന്താ അത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നതെന്ന് ഒരാൾക്കാർ നിരുത്സാഹപ്പെടുത്താൻ വരിക. എന്നാ നമുക്ക് ഏറ്റവും മറ്റുള്ള മേഖലയിലേക്ക് നോക്കാം. നിങ്ങൾക്ക് മമ്മൂട്ടി എന്ന് പറയാം. ഭരത് മമ്മൂട്ടിയെ അറിയാമോ? ഭരത് മോഹൻലാലിനെ അറിയാമോ? ഐശ്വര്യ റായിനെ അറിയാമോ? അമിതാഭ് ബച്ചൻ, ഷാറൂഖ് ഖാനെ അറിയാമോ? ഇവരൊക്കെ ഇന്ന് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല നടിമാരുമാണ്. അവർ പാർട്ട് ടൈം ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ജീവിതത്തിന്റെ ഇടയിൽ നല്ല പരസ്യത്തിൽ അഭിനയിച്ചതിന് അവാർഡ് വാങ്ങിയ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? പരസ്യത്തിൽ അഭിനയിച്ച അവാർഡ് വാങ്ങിയ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഞാൻ നോക്കുമ്പോണ്ട് ഷാറൂഖ് ഖാൻ ഒരു ഷൂ ഇട്ടിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. വീട്ടിൽ കയറുമ്പോൾ ഒരു വീട്ടമ്മ, നീ ഇങ്ങോട്ട് കയറരുത്, പുറത്ത് വെക്ക്, ഞാൻ ബാക്ടീരിയകളെ ഉള്ളിൽ കയറ്റാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പരസ്യ ഷാറൂഖ് ഖാൻ. അങ്ങനെ ഷാറൂഖ് ഖാൻ ഉള്ളിൽ കയറിയിട്ട് വാതിൽ തുറന്ന് നോക്കുകയാണ്, ക്ലോസറ്റിന്റെ മുകളിലേക്ക് നോക്കുകയാണ്. നിങ്ങളുടെ ക്ലോസറ്റ് ഇതാ മഞ്ഞ നിറത്തി കിടക്കുന്നു, വൃത്തിഹീനമായിട്ട് കിടക്കുന്നു. അതിനെന്ത് ചെയ്യണം? അതെന്താ ഞാൻ അവതരിപ്പിക്കുന്നു, ഹാർപിക് ഉപയോഗിക്കൂ, നിങ്ങളുടെ ക്ലോസറ്റിന് തിളക്കം കൂട്ടും. ഇത് പറയുന്ന അറിയാമല്ലോ, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല നടന്മാരുടെ ഷാറൂഖ് ഖാനാ പറയുന്നത്. അയാൾ എന്തിനാ ഈ ഹാർപിക് വെക്കാൻ TV വരുന്നത്? എന്തിനാ? അയാളുടെ ജോലി സിനിമയിൽ അഭിനയിക്കലല്ലേ? അപ്പൊ അയാൾ പാർട്ട് ടൈം ആയിട്ട് അയാളുടെ മേഖലയ്ക്ക് അനുയോജ്യമായ ഒരു പാർട്ട് ടൈം അയാളും തിരഞ്ഞെടുത്തു. പരസ്യത്തിൽ അഭിനയിച്ചു, അയാൾ ലക്ഷങ്ങളും കോടികളും വാങ്ങി. എന്റെ ഉന്മേഷത്തിന്റെ രഹസ്യം എന്താണ്? ഉയരം കൂടുന്തോറും എനിക്ക് ഉന്മേഷം കൂടും. ആരാ പറയുന്നത്? മോഹൻലാലാ പറഞ്ഞ കണ്ണൻദേവന്റെ പരസ്യല്ലേ? മോഹൻലാലിനോട് ചോദിക്കുകയുണ്ടായി, മമ്മൂട്ടി അദ്ദേഹത്തിന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ എന്താ ചെയ്യുന്നേ? അപ്പൊ മോഹൻലാൽ പറഞ്ഞു, അദ്ദേഹം ചെയ്യുമ്പോൾ ഞാൻ കടുകട്ടിയായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. എന്താണ്? ഒരു 28 വർഷമായിട്ട് ഞാൻ ചായയും കാപ്പിയും കുടിക്കാറില്ല. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കണ്ണൻ ദേവൻ, എന്റെ ഉന്മേഷത്തിന്റെ രഹസ്യം കണ്ണൻ ദേവൻ. ആരാ പറഞ്ഞത്? മോഹൻലാൽ. നേരത്തെ പറഞ്ഞത് എന്താണ്? ഞാൻ ചായ കാപ്പി കുടിക്കാറില്ലെന്ന്. പരസ്യം വന്നപ്പോ എന്താ പറഞ്ഞത്? എന്റെ ഉന്മേഷത്തിന്റെ രഹസ്യം കണ്ണൻ നിങ്ങൾ വാങ്ങി. സത്യത്തിലൂടെ പൊട്ടന്മാരാരാ? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ, ഇത് പൊട്ടന്മാരാരാ? നിങ്ങളെ ഞാൻ പൊട്ടം വിളിച്ചു എന്ന് പറയാൻ നിൽക്കണ്ട. ഞാൻ അങ്ങനെ പറയൊന്നുമില്ല. നമ്മളെ ചിന്തിച്ചാൽ മതി. നമ്മൾ അത്രേ ഉള്ളൂ. ഇതാണ് പരസ്യം. അവരും പാർട്ട് ടൈം ചെയ്യുന്നു. നമ്മളെ പറ്റിക്കപ്പെട്ടുകൊണ്ട് പല ആളുകളും ഇവിടെ പാർട്ട് ടൈം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാ ഇനി സാറേ അത് സിനിമാ നടന്മാരായിരിക്കും അങ്ങനെ. എന്നാ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നിടത്തേക്ക് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ വരി. മെസ്സിയെയോ റൊണാൾഡോയും അതുപോലെ തന്നെ നെയ്മറിനെയൊക്കെ ഞാൻ കാണിച്ചു തരാം. പെപ്സിന്റെയും മറ്റുള്ള സാധനങ്ങളുടെ ഒക്കെ പരസ്യത്തിലേക്ക് ഞാൻ കാണിച്ചു തരാം.
കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കർ ബൂസ്റ്റ് സീക്രട്ട് ഓഫ് മൈ എനർജി പറഞ്ഞു വരുന്നില്ലേ? ഇവരൊക്കെ ഈ ബൂസ്റ്റിന്റെ ആൾക്കാരാ. അവരൊക്കെ പാർട്ട് ടൈം ആയിട്ട് അഡീഷണൽ വരുമാനം അവരുടെ ലൈഫ് സ്റ്റൈലിന്റെ മെച്ചം ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് അവരിന്ന് പാർട്ട് ടൈം ചെയ്യാൻ പോകുന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ ചോദിക്കും, ഇവർക്കൊക്കെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നാൽ ഇനി ബിസിനസ്സുകാരത്തേക്ക് വാ. ഇന്ന് ഏറ്റവും നല്ല ബിസിനസ്സുകാരൻ എന്ന് അറിയപ്പെടുന്ന ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ. അറിയാം, നമ്മൾ നല്ല വിജയിച്ച ആളുകളെ നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. ബോബി ചെമ്മണ്ണൂറിനെ നമ്മൾ അറിയപ്പെടുന്നത് എങ്ങനെയാ? ചെമ്മണ്ണൂർ ഫാമിലി എന്ന് പറയുന്ന സ്വർണം ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ടീച്ചർമാർ ട്യൂഷൻ എടുക്കുന്നു, ഓക്കെ, അതേപോലെ പാർട്ട് ടൈമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്വർണ്ണ മേഖലയിൽ വിഹരിക്കുന്ന ഒരാൾ. ഇന്ന് ഞാൻ കോഴിക്കോട് വന്നുകൊണ്ട് ചെമ്മണ്ണൂർ ബുച്ചർ ഷോപ്പ്, അതായത് ഇറച്ചി വെക്കുന്ന ഷോപ്പ്, ചെമ്മണ്ണൂർ സലൂൺ, മുടി വെട്ടുന്ന സ്ഥലം, ചെമ്മണ്ണൂറിന്റെ എന്തൊക്കെയാണ് എന്ന് വേണ്ട സമസ്ത മേഖലയിലും അദ്ദേഹം ബിസിനസ് വ്യാപിക്കാൻ വേണ്ടി അദ്ദേഹം പാർട്ടായിട്ട് ചായപ്പൊടി കച്ചവടം വേറെ ചെയ്യുന്നു, അതിനിടയ്ക്ക് റോഡ് ഷോ ചെയ്യുന്നു, ഒരുപാട് പരിപാടികൾ അദ്ദേഹം ചെയ്യുന്നു. നല്ലൊരു ബിസിനസ്മാനാണ്. ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ബിസിനസ്മാനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ബിസിനസ്മാൻ ആയത്? അദ്ദേഹം പാർട്ട് ടൈം ആയിട്ട് പല കാര്യങ്ങളും കൈവച്ചത് കൊണ്ടാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ പാർട്ട് ടൈം ആയിട്ട് എവിടെയും കൈവച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് നിങ്ങൾ നോക്കിക്കോ. ഇന്ന് ഈ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല സമ്പന്നരിൽ ഒരാളാണല്ലോ നമ്മുടെ എം.എ. യൂസഫ് അലി സാറ്. എം.എ. യൂസഫ് അലി സാറിന്റെ ഒരുപാട് പ്രോഗ്രാമുകളിൽ സ്വദേശം വിദേശം പങ്കെടുത്ത ഒരാളാണ്. ഇപ്പൊ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഫിഷറീസ് വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത് പത്രത്തിൽ ഞാൻ വായിക്കുകയാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ലുലു ഗ്രൂപ്പ് പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. ലുലു ഗ്രൂപ്പുകാർ എന്താ ചെയ്യുന്നത്? സത്യത്തിൽ കച്ചവടമാണ്, ട്രഡീഷണൽ മാർക്കറ്റ് മാളുകളെ ചെയ്യുന്നത്. പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. എന്താണ്? പുതിയൊരു സാധനം കയറ്റുമതി. എന്താ കയറ്റുമതി? പത്രത്തിലുള്ളത് സമുദ്ര ഉൽപ്പന്ന കയറ്റുമതി ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നു. സമുദ്രോൽപ്പന്ന കയറ്റുമതി എന്ന് പറയുമ്പോൾ വേറെന്താ സംഭവമായിട്ട് നിങ്ങൾക്ക് കണ്ട? മീൻ കയറ്റുമതി, മീൻ കച്ചവടം പാർട്ട് ടൈം ചെയ്യുകയാണ്. അപ്പൊ അവരത് ചെയ്തപ്പോ അത് സമുദ്രോൽപ്പന്ന കയറ്റുമതി, നമ്മളിത് ഇവിടെ ചെയ്താൽ അത് മീൻ കച്ചവടം. ഞാൻ പറയുന്നത് അതൊന്നുമല്ല, ഏത് രീതിയായാലും ഏത് മേഖലയായാലും വ്യത്യസ്തമായ മേഖലയിലേക്ക് അവന്റെ സമയവും അവന്റെ പ്രയത്നം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് പൈസക്കാരാവുന്നതും കോടീശ്വരന്മാരാകുന്നതും ഒക്കെ ചെയ്യുമ്പോൾ. ഒരു പൈസ ഇല്ലാത്ത നമ്മൾ എന്തിനു മാറി നിൽക്കണം? നമ്മൾക്ക് ഇറങ്ങാൻ പറ്റുന്ന അതിശക്തമായ ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. ആ ഡയറക്ട് സെല്ലിംഗിൽ ഇന്ത്യ കണ്ടത് വെച്ച് ഏറ്റവും ശക്തമായ ഒരു കമ്പനിയാണ് എം.ഐ ലൈഫ്. എന്റെ പ്രിയപ്പെട്ട വീട്ടമ്മമാർക്കും ഈ പറഞ്ഞ എന്നെ പോലെ നമ്മളെ പോലെ ആളുകൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം. എന്താ ഈ സാധനം? നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ജോലി കൊണ്ട് നമുക്ക് നേടാൻ കഴിയില്ല. വസ്ത്രങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വലുതായിട്ട് പ്രവർത്തിക്കണ്ട, ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ വലുതായിട്ട് പ്രവർത്തിക്കണ്ട, പാർപ്പിടത്തിന് വേണ്ടി നിങ്ങൾ വലുതായിട്ട് പ്രവർത്തിക്കണ്ട. വസ്ത്രവും ഭക്ഷണവും പാർപ്പിടവും അത് നിങ്ങളെ ആവശ്യമുള്ളവർ കൂലിയായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. നിങ്ങളെ ആവശ്യമുള്ളവർ കൂലിയായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിൽ ആ ജോലി അവർ പറയുന്ന സമയത്ത് അവർ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എന്റെ കഴിവും സ്കില്ലും എന്റെ അറിവും ആരോഗ്യവും ഒക്കെ ഞാൻ ആ ജോലിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താലും അതെല്ലാം ഞാനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലും ആ ജോലി തന്ന ആളാണ് എന്റെ സാലറി നിർണ്ണയിക്കുന്നത്. അവിടെയാണ് ഒരു വിരോധാഭാസം. എനിക്ക് എത്ര കിട്ടണം, ഞാൻ ഈ കഷ്ടപ്പെടുന്നത് എനിക്ക് എത്ര കിട്ടണം എന്ന് എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും. എന്റെ മനസ്സിൽ ആഗ്രഹമുള്ള വരുമാനം ഒരു സ്ഥലത്തും കിട്ടൂല. എനിക്ക് എന്ത് തരണം എന്ന് ആഗ്രഹിക്കുന്നത് എനിക്ക് ജോലി തരുന്ന ഒരാളായിരിക്കും. നീ ഏത് വസ്ത്രം ധരിക്കണം, നീ ഏത് വാഹനത്തിൽ പോകണം, നിന്റെ മക്കളെ നീ എവിടെ പഠിപ്പിക്കണം, നീ ഇന്ന് ഏത് ഭക്ഷണം, നിന്റെ പെരുന്നാളിന് നിന്റെ കുടുംബം ഏത് ഡ്രസ്സ് അണിയണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ജോലി തന്ന ഞാനാണ്. അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും നിങ്ങളുടെ സാലറി എത്രയാണ്. ഇതാണ് ജോബ് എന്ന് പറയുന്നത്. ഇനി സെൽഫ് എംപ്ലോയ്മെന്റോ? സ്വന്തമായി ഒരു മേഖല കണ്ടെത്തിയാലോ? ഞാൻ തന്നെയാണ് അതിന്റെ മുതലാളി, ഞാൻ തന്നെയാണ് അതിന്റെ തൊഴിലാളി എന്നുള്ളത് കൊണ്ട് എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട്, പരിധികളുണ്ട്. എന്റെ വരുമാനത്തിന് പരിധികളുണ്ട്. ഈ സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ നിൽക്കുന്ന ആളുകൾ പരിധികളിൽ ജീവിച്ചു പോവുക. എന്നാൽ ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിയിലോ, ഈ നേരത്തെ പറഞ്ഞ ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിയിൽ ഒരുപാട് ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ജോലിയാണ്. സാറേ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല സാറേ, ഞാൻ പല കമ്പനിയിലും പോകില്ല സാറേ എന്ന് പറയുന്ന വീട്ടമ്മമാരോട് ഞാൻ പറയാനുള്ളത്, നിങ്ങൾ ഒരു കമ്പനിയിലും പോകുന്നില്ലെങ്കിൽ നിങ്ങളത് കളവാ പറയുന്നത്. കൊറോണ വന്ന സമയത്ത് ഞാനും നിങ്ങളൊക്കെ വീട്ടിൽ കയറി ഇരുന്നുണ്ടായിരുന്നു.
നിങ്ങൾ യൂണിലീവർ എന്ന് പറഞ്ഞ കമ്പനി അറിയോ? നിങ്ങൾ ITC എന്ന് പറഞ്ഞ കമ്പനി അറിയോ? നിങ്ങൾ കണ്ണൻ ദേവൻ എന്ന് പറഞ്ഞ കമ്പനി അറിയോ? നിങ്ങൾ ലൈഫ് ബോയ് എന്ന് പറഞ്ഞ കമ്പനി അറിയോ? നിങ്ങൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ കമ്പനി അറിയോ? നിങ്ങൾ ഈസ്റ്റേൺ കറി പൗഡർ എന്ന് പറഞ്ഞ കമ്പനി അറിയോ? ഇതൊക്കെ നിങ്ങൾ കേട്ടത് അറിയുന്ന കമ്പനിയല്ലേ? നിങ്ങൾ ഇവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ പറയുന്നത് കളവാ. നിങ്ങൾ പ്രത്യക്ഷമായില്ലെങ്കിൽ പരോക്ഷമായിട്ട് നമ്മൾ അതിന്റെ ഭാഗങ്ങളാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് പല്ല് തേച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ 4 പേര് പല്ല് തേച്ചാൽ ആ കമ്പനിയിലേക്ക് 1 രൂപ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി. നിങ്ങൾ കട്ടൻ ചായ കുടിച്ചാൽ കണ്ണൻ ദേവന് പൈസ പോയി, കറി വെച്ചാൽ ഈസ്റ്റേൺ കറി പൗഡറിന് പൈസ പോയി, കുളിച്ചാൽ ലെക്സിന് പൈസ പോയി, അലക്കിയാൽ ഉജാലയ്ക്ക് പൈസ പോയി, ചുമ്മാ ഇരുന്ന് TV കണ്ടാൽ ചാനലുകൾക്ക് പൈസ പോയി. ഇനി അതുമല്ല, നിങ്ങൾ യൂട്യൂബിൽ റീലും കണ്ടാൽ ഇന്റർനെറ്റിന് പൈസ പോയി. വൈകുന്നേരം കിടന്നിറങ്ങാൻ നേരത്ത് കൊതുകിന്റെ കാഠിന്യം കൊണ്ട് ഒരു ഗുഡ് നൈറ്റ് എന്താ പറയാ, ഒരു തിരി കത്തിച്ച് വെച്ചാൽ ഗുഡ് നൈറ്റ് തങ്കച്ചന്റെ അക്കൗണ്ടിലേക്ക് കൂടി പൈസ കൊടുത്തിട്ട് നമ്മളന്ന് രാത്രി കിടന്നുറങ്ങുന്നത്. ഇതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കോർപ്പറേറ്റ് കമ്പനികളിലെ ടീമിലെ അംഗങ്ങളാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് നമ്മൾ ഉപഭോക്താക്കളായതുകൊണ്ടാണ് അവർ കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഒരു ടീം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ ടീമിൽ നമ്മളില്ലെങ്കിൽ നമുക്ക് വരുമാനം കിട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ? ഇല്ല. അതിനുള്ള വലിയൊരു അവസരമാണ് ഡയറക്ട് സെല്ലിങ്. ഈ ഡയറക്ട് സെല്ലിങ് നമ്മൾ ശക്തമായിട്ട് ചെയ്യണം. നിങ്ങളുടെ ലീഡേഴ്സിനെ അനുസരിക്കുക, നിങ്ങളുടെ കമ്പനിയെ ബോധ്യപ്പെടുക, നിങ്ങൾ നല്ല ശക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാക്കുക. ആ പ്ലാനിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റും. പ്ലാനിങ് ഉണ്ടെങ്കിൽ സക്സസ് അല്ല ആദ്യം ഉണ്ടാകുക, സന്തോഷം ഉണ്ടാവുക. ജീവിതത്തിൽ എങ്ങനെയാ സക്സസ് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെയാ പ്ലാനിങ് ഉണ്ടാക്കേണ്ടത്? പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോളെ കല്യാണം നിശ്ചയിച്ചു. എപ്പോ? അടുത്ത 2 മാസം കഴിഞ്ഞിട്ട്. ഇതിപ്പോ ഏതാ? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ജൂൺ 26-ന് കല്യാണം നിങ്ങൾ ഇന്ന് തീരുമാനിച്ച ആളുകളുണ്ടെങ്കിൽ അതിനു വേണ്ടി പ്ലാൻ ചെയ്യുക. ആ കല്യാണത്തിന് വിളിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ ജൂൺ 26 ജൂൺ 20-ന് അല്ലല്ലോ നിങ്ങൾ ചെയ്യുക. ഇന്ന് മുതൽ അതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? അതിനെയാണ് ഇന്ന് മുതൽ ഒരുക്കങ്ങൾ ചെയ്താലാണ് ജൂൺ 26-ന് നിങ്ങളുടെ മകളുടെ അല്ലെങ്കിൽ മകന്റെ കല്യാണം അല്ലെങ്കിൽ നിങ്ങളുടെ വീട് കൂടല് ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ. അതിന് യാതൊരു സംശയമില്ല. അത് നിങ്ങൾ എങ്ങനെ വെല്ലുവിളിച്ചാലും ഞാൻ സമ്മതിക്കൂല. ഞാൻ വെല്ലുവിളിയാ. 2 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് നിങ്ങളുടെ വീട് കൂടലോ നിങ്ങളുടെ മകന്റെയോ മകളുടെ കല്യാണം ഉണ്ടെങ്കിൽ അതിന്റെ ഒരാഴ്ച മുമ്പ് നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിയാൽ നിങ്ങളുടെ കല്യാണം പരിപാടി നടക്കൂല. അതിനുവേണ്ടി നിങ്ങൾ 6 മാസം മുന്നേ ഒരുങ്ങി തുടങ്ങണം. ശക്തമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ കല്യാണം വിളിക്കുക. കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണം ക്ഷണിക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ മുറ്റത്ത് പന്തലിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. സമയബന്ധിതമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ കല്യാണം ഭംഗിയാവും. അതേപോലെ ഈ ബിസിനസ് 2,16,000 രൂപ ആഴ്ചയിൽ കിട്ടേണ്ട ബിസിനസ്സാ. ആ 2,16,000 രൂപ ആഴ്ചയിൽ കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് നമ്മളൊന്ന് ഒരുങ്ങണം, പ്ലാൻ ചെയ്യണം. വീട്ടമ്മയായ നിങ്ങൾക്ക് പറ്റിയ പ്ലാനിങ് ഇതിനകത്തുണ്ടേ. നല്ല രസകരമായ പ്ലാനിങ് ഉണ്ട്. വളരെ സിമ്പിളാ. ഇന്നലെ വരെ ബോധപൂർവം അല്ലാതെ ചെയ്ത കാര്യം നാളെ മുതൽ ഇന്ന് മുതൽ ബോധപൂർവം ചെയ്താൽ മതി. ബോധപൂർവം അല്ലാതെ ചെയ്ത കാര്യം നമ്മൾ മനുഷ്യന്മാർ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രീതി ഒന്ന് ബോധപൂർവം ആക്കിയാൽ വരുമാനം കിട്ടും. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടെന്നേ. ഇതിനെ വെച്ച് പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ജീവിച്ചു പോയാൽ മതി. എന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂർ പോവാണ്, പോത്തീസിലേക്ക്. എന്റെ ഫ്രണ്ടാണ് റജിന മാഡം. എന്നോട് 100 നീ എങ്ങോട്ടാ പോണേ? ഞാൻ പറഞ്ഞു ഞാൻ കോയമ്പത്തൂർ പോവാ. എന്താ? എന്റെ മോളെ കല്യാണം അടുത്ത 30-ാം തീയതി. നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം. പിന്നെന്താ? ഞാൻ പാലക്കാട് ഞാനിങ്ങനെ പോവുകയാണ്. എങ്ങോട്ടാ പോണേ? ഞാന് പോത്തീസിൽ ഡ്രസ്സ് എടുക്കാൻ പോവാ, കല്യാണത്തിന്റെ ഡ്രസ്സ്. അപ്പൊ എന്നോട് റജിന മാഡം ചോദിച്ചു, എന്താ കോഴിക്കോട് എന്താ നിനക്ക് എന്താ ഡ്രസ്സ് കിട്ടാത്തത് കൊണ്ടാണോ? കാരണം എന്റെ കുടുംബത്തിലെ എന്റെ കസിനാണ്, എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് റജിന മാഡം. അതുകൊണ്ടാണ് റജിന മാഡം എന്നോട് ചോദിച്ചത്. അങ്ങനെ എന്റെ ആങ്ങളെ എന്തിനാ ഇങ്ങനെ പോണേ എന്നുള്ള രീതിയിലായിരിക്കും ചോദിച്ചത്. അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരൻ എന്തിനാ ഇങ്ങനെ, നമ്മളങ്ങനെ പലപ്പോഴും ചോദിക്കാറില്ലേ? അപ്പോ ഞാൻ അങ്ങോട്ട് പോകാൻ നേരത്തെ എന്നോട് പറയണേ, നീ കോഴിക്കോട് ഇന്നെന്താ കല്യാൺ ജ്വല്ലറി എന്ന് പറഞ്ഞ കല്യാൺ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റൈൽസ് ഉണ്ട്, നീ അവിടെ വന്നിട്ട് സാധനം എടുത്തു, അവിടെ നല്ല സെലക്ഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്ക് പുളിക്കലൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ വണ്ടി തിരിച്ചു. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല കല്യാൺ ടെക്സ്റ്റൈൽസിൽ. പക്ഷെ റജിന മാഡം എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട്, റജിന മാഡം എന്നെ അങ്ങനെ പറ്റിക്കൂല എന്നുള്ളത് കൊണ്ട് ഞാൻ തിരിച്ചു വന്ന് ഞാൻ ആ ടെക്സ്റ്റൈൽസ് കയറിയിട്ട് സംശയത്തിൽ നോക്കിയതില്ല. ഞാൻ പോത്തീസിലേക്ക് പോകുന്നതാ. അവിടെ നോക്കുമ്പോൾ നല്ല സെലക്ഷൻ ഉണ്ട്. ഞാൻ ഡ്രസ്സ് എടുത്ത് ഏകദേശം ഒരു 2 ലക്ഷം രൂപ ഡ്രസ്സ് എടുത്തു ഞാൻ കല്യാണത്തിന്. സ്വാഭാവികമായിട്ട് എടുത്തു. ഞാൻ പോത്തീസിൽ കൊണ്ട് കൊടുക്കേണ്ട 2 ലക്ഷം ഈ കല്യാണിലെ പെട്ടിയിലേക്ക് വീഴാൻ കാരണം ആരാണ്? ഈ റജിന മാഡം അല്ലേ? റജിന മാഡത്തിന് ഞാൻ ഇറങ്ങിയിട്ട് റജിന മാഡം അടിപൊളിയായിട്ട് നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെ പറയുക? കല്യാണത്തിന് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞ മാസം ആണ് എടുത്തത്, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്കും സന്തോഷം, റജിന മാഡത്തിനും സന്തോഷം, ഹാപ്പിയായി. ഞാൻ പാലക്കാട് എത്തുന്ന സമയം കൊണ്ട് എന്റെ പർച്ചേസിങ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. ഈ കച്ചവടം നടക്കാൻ കാരണം റജിന മാഡം നേരെ വണ്ടി എടുത്ത് നേരെ കല്യാണിൽ പോയിട്ട്, ഇവിടുത്തെ മാനേജറോടെ, സുരേഷ് എവിടെ വാ, എന്റെ പേര് റജിന, എന്താ വന്ന്? നേരത്തെ ഒരു ചങ്ങായി, വയനാട്ടിൽ ഒരു ചങ്ങായി ഡ്രസ്സ് എടുത്ത് പോയി ഇവിടുന്ന്.
എത്ര രൂപ എടുത്ത്? 2-2.5 ലക്ഷം. പിന്നെ സത്യം പറയാലോ, ഓ ചങ്ങായി കോയമ്പത്തൂരേക്ക് പോത്തീസിലേക്ക് പോയിരുന്നു. ഞാൻ പറഞ്ഞിട്ടാണ് അവൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. അതുകൊണ്ട് ഇവിടെ ആര് പൈസ വീഴാൻ കാരണം ഞാനാണ്. ഞാൻ മാത്രമാണ്. ഇല്ല ഫോണോട് ചോദിച്ചോക്ക്, ഇപ്പൊ തന്നെ വിളിച്ചു ചോദിച്ചോക്ക്. ഞാൻ ഇവിടെ നിൽക്കാം, സത്യമാണ്. അതിനെന്താ? അപ്പൊ ഈ കച്ചവടം നടന്നതിന്റെ ഒരു 10% എനിക്ക് വേണം. വെറും 20,000 റുപ്യ തരുവോ? ചോദിക്കാൻ പറ്റുമോ? ആ കച്ചവടം നടക്കാൻ കാരണം റെജിന മേഡം. ആ കല്യാണം എന്ന് പറഞ്ഞ സാവധാനം 2 ലക്ഷം കയറി റെജിന മേഡത്തിന് കാരണമല്ലേ? പ്രിയപ്പെട്ടവരെ, ഇത് അത് മാത്രമൊന്നല്ല. നല്ല സ്വർണ്ണക്കട, അവിടെ നിന്ന് സ്വർണ്ണം എടുക്കണ്ട, ഇവിടുന്ന് എടുത്തോ. നമ്മൾ പറയും ആ പുട്ടുപൊടി വാങ്ങണ്ട, ഈ പുട്ടുപൊടി വാങ്ങിക്കോ. ആ സോപ്പ് വാങ്ങണ്ട, ഈ സോപ്പ് വാങ്ങിക്കോ. ആ ഡോക്ടറെ കാണിക്കണ്ട, ഈ ഡോക്ടറെ കാണിച്ചോ. ആ സ്കൂളിൽ പോകണ്ട, ഈ സ്കൂള്. ആ മൊബൈൽ വേണ്ട, ഈ മൊബൈൽ. ആ കാറ് വേണ്ട, ഈ കാറ്. ആ ബൈക്ക് വാങ്ങണ്ട, ഈ ബൈക്ക്. ആ സ്ഥലം എടുക്കണ്ട, ഈ സ്ഥലം. ആ ചുരിദാർ എടുക്കണ്ട, ഈ ചുരിദാർ. അവിടെ തയ്ക്കാൻ കൊടുക്കണ്ട, ഇവിടെ തയ്ക്കാൻ കൊടുത്തോ. അവിടെ അരി പഠിപ്പിക്കാൻ പോണ്ട, ഇവിടെ അരി പഠിക്കാൻ പോയിക്കോ. നമ്മുടെ ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങളല്ലേ ഇത്. ഇന്നലെ വരെ ചെയ്ത ഇതാണ് ബോധപൂർവം. അല്ലാതെ ഇത് പറഞ്ഞുകൊണ്ട് എന്താ ഉണ്ടായ? ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. എന്നാൽ ഇന്ന് മുതൽ നിങ്ങൾ ഇതൊന്ന് മനഃപൂർവ്വം ജീവിതത്തിലേക്ക് കൊണ്ടുപോയി. ഈ ചെയ്ത സ്ഥലത്തിന്, ആ സ്പേസിലേക്ക് ബോധപൂർവം ആ ടോയ്ലറ്റിനേക്കാൾ നല്ലത് ഈ ടോയ്ലറ്റാണ്, ഞാൻ ഉപയോഗിക്കുന്നത്, നീ വാങ്ങി ഉപയോഗിച്ചോ. ആ സോപ്പിനേക്കാൾ ഈ സോപ്പ്, ആ പേസ്റ്റിനേക്കാൾ ഈ പേസ്റ്റ്, ആ ഷാമ്പുവിനേക്കാൾ ഈ ഷാമ്പു എന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നിങ്ങളുടെ സാധനങ്ങളുടെ ഗുണം മാത്രങ്ങൾ പറഞ്ഞു തരണമെന്ന് ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞു നടക്കുമ്പോൾ ആ പറയുന്നതിന്റെ ബോധത്തോടു കൂടി അതിന്റെ പറയുന്നതിന്റെ എണ്ണവും കൂട്ടുക, അളവും കൂട്ടി കഴിഞ്ഞാൽ അവർ ഈ സാധനം പോയി വാങ്ങിയാൽ നേരത്തെ റജിന മേഡം കല്യാണിൽ പോയ പോലെ പോകാൻ നിൽക്കേണ്ട. കമ്പനി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ എല്ലാ ആഴ്ചയും ബുധനാഴ്ചയും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനിപ്പോ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ 2 മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം. സാധാരണ എന്റെ എല്ലാവരും എക്സ്പീരിയൻസ് കേട്ട് കേട്ട് മടുത്തതാ. എന്റെ പേര് നൂർഷ, വയനാട് ജില്ലയിൽ കമ്പളക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്തുകൊണ്ട് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തു ചെയ്തു? എന്റെ ഫാദർ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, ഞാനും ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അപ്പോ മേഖല പോയി കഴിഞ്ഞപ്പോൾ അറിയാലോ, ആ ഓട്ടോറിക്ഷ മേഖല എന്ന് പറയുന്നത് അന്നന്ന് കഴിഞ്ഞു പോവുക എന്നല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നേരെ പാലക്കാടൊക്കെ പോയി അവിടെ ന്യൂജ്യോതി പബ്ലിക് എന്ന കമ്പനിയിൽ കയറി. അതിനുശേഷം അങ്ങക്ക് കേൾക്കാൻ നല്ല രസമാണ്. ഇതിന്റെ കഷ്ടപ്പാടും ദുരിതം നമുക്ക് അറിയുള്ളൂ. എന്ത് വിജയത്തിന്റെ പിന്നിൽ ഒരു കഷ്ടപ്പാട്, രസം, ഒരു ദുരിതമൊക്കെ ഉണ്ടാവൂലേ? ആ, ഇത് അറിഞ്ഞ് ചെയ്താൽ നല്ലതും അറിയാതെ ചെയ്താൽ ഇത്രയും മോശമായൊരു സംഭവമില്ല. മറ്റേ പറഞ്ഞില്ലേ, അറിഞ്ഞ് ചെയ്താൽ ഇത്ര സുന്ദരം ഒരു പാട്ട് പാടും പോലെ പാടി അങ്ങനെ കൊണ്ടുപോവാ, അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ. ഇത് അറിയാനാണ് വലിയ സർക്കസ് ഒന്നും കേട്ടോ, വളരെ ഈസിയാ. പിന്നെ ഈ അറിഞ്ഞും അറിയാതും ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഞാൻ മീൻകറി വെച്ച പോലെ ആയിപ്പോവും. നമ്മൾ ഈ ബിസിനസ് കേട്ടോ, ഓ ഇത് വളരെ ഈസി, ഇത് എന്നെ കൊണ്ടാവും, ഇത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇഷ്ടത്തിന് ചെയ്യും. ഒന്നും ചെയ്യാൻ നമ്മുടെ ലീഡേഴ്സിന് മുമ്പ് ചെയ്തു വെച്ച കാര്യങ്ങൾ കട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. കട്ട് കോപ്പി പേസ്റ്റ് ചെയ്തത്. താങ്ക് യു. അപ്പോൾ എന്താ സംബന്ധിച്ചത്, ഇപ്പൊ ഈ ഇത് ചിലപ്പോൾ ഞാനിതൊക്കെ കേട്ട ഉടനെ പിന്നെ നല്ല ഉഷാറായിട്ട് എന്നാ പിന്നെ എനിക്കിത് ചെയ്യാൻ പറ്റുന്ന പോയി സക്സസ് ഉണ്ടായില്ല. പക്ഷെ നിങ്ങളുടെ ലീഡേഴ്സും നിങ്ങളുടെ സിസ്റ്റവും പ്ലാനിങ്ങും അനുസരിച്ച് നിങ്ങൾ ഇറങ്ങിപ്പോയാൽ ഒരു വീട്ടമ്മയ്ക്ക് പറ്റിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പ്ലാനിങ് ഉണ്ടാക്കി തരും. ഒരു ജോലി ചെയ്യുന്ന ഒരാൾ ജോലി ചെയ്തതിന്റെ ഇടയിൽ ഉണ്ടാക്കാനുള്ള കുക്കറിൽ മീൻകറി വെച്ച പോലെ ഇത് ആരും എഴുതി വെച്ച് വിട്ടിട്ടുണ്ട്. അത് പുതിയ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ ഒന്നും സൂചിപ്പിക്കാം. എന്താ പറയാ, ഞാൻ മീൻകറി വെക്കാനൊക്കെ എനിക്ക് അറിയാം. ഞാൻ ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോ പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് റൂമിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മീൻകറി വെക്കണം എന്നൊരാഗ്രഹം. എന്നാ ശരി, എന്നാ പിന്നെ മത്തി വാങ്ങിയേക്കാന്ന് കരുതാന്ന്. ഈ മത്തി അങ്ങനെ അവിടെ ചെന്ന് കുറേ കഴിയുമ്പോൾ മത്തിയൊക്കെ തിന്നണമെന്നൊക്കെ ഒരു ആഗ്രഹം വരും. എന്നാലും നാടൻ കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് ഓക്കെ. അപ്പൊ നമുക്ക് ഈ തിന്നിൽ ശീലമാണല്ലോ ഉള്ളത്. അങ്ങനെ ഇതൊക്കെ നമ്മളവിടെ ചെന്ന് ഞങ്ങൾ 4 പേര് എല്ലാം റൂമിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്നാ പിന്നെ മീൻകറി ഞാൻ വെച്ചോളാന്ന് പറഞ്ഞു. ഞാൻ ഇത് കുറെ കണ്ടതാന്ന് പറഞ്ഞു. ഞാനായി പറയുന്നത് ഞാൻ കുറെ കണ്ടതല്ലേ. ഞാനിങ്ങനെ വീട്ടിൽ മീൻ കൊണ്ടേ കൊടുത്തു. ഞാനിങ്ങനെ അടുക്കള കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഉമ്മ മീൻ നന്നാക്കുന്ന കാണാം, ചട്ടിയിലിടുന്ന കാണാം, മറ്റേ കുക്കർ അടിക്കുന്ന കാണാം, വിസിൽ വരുന്ന കാണാം. ഇങ്ങനെയൊക്കെ ഞാൻ കാണുന്നേ. ഞാനവിടെ പോയിട്ട് കുക്കർ ആ മീനൊക്കെ നന്നാക്കി എന്താക്കി പിന്നെ ഞാൻ നോക്കുമ്പോ പോത്ത്, ഇറച്ചി, മീനൊക്കെ എന്ന് പറഞ്ഞാൽ വേവണമെങ്കിൽ കുക്കർ വെക്കണമല്ലോ. അപ്പൊ പോത്തൊക്കെ ആണെങ്കിൽ അത് പോത്ത് കാട്ടിൽ ഇവിടുന്ന് പിടിച്ചോണ്ട് തന്നെ ഈ മീൻ എന്നൊക്കെ പറഞ്ഞാൽ കപ്പലൊക്കെ ആയിട്ട് കടലിന്റെ അടിയിൽ നിന്നൊക്കെ പിടിച്ചോണ്ട് ഇതൊക്കെ വേവണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഇതൊക്കെ ഞാൻ ചിന്തിച്ച് കൂട്ടുകയാണ്. ഞാൻ മീൻ നന്നാക്കി നേരെ കുക്കർ സെറ്റാക്കി കുക്കറിലേക്ക് അതിന്റെ വേണ്ട മസാലയൊക്കെ ഇട്ട് കുക്കറിലേക്ക് ഇട്ട് വിസിൽ 1, വിസിൽ 2, വിസിൽ 3, വെന്തുണ്ടാവില്ല, വിസിൽ 4 പോന്നോട്ടെ. അങ്ങനെ വിസിൽ കൊണ്ടൊരു 5 കളിയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് തുറന്നു നോക്കുന്ന മക്കളെ, അതിനകത്ത് മീന് പോയിട്ട് അതിന്റെ മുള്ളെങ്കിലും കണ്ടിരുന്നെങ്കിൽ സമാധാനം. നിങ്ങൾ ഒരു 1/2 കിലോ മീൻ വാങ്ങിച്ച് കുക്കറിൽ ഒരു 4 വിസിലങ്ങ് അടിച്ചിട്ട് ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ എന്താ അതന്നെ എനിക്ക് കിട്ടിയത്. ഞാൻ തടപറ ഗൾഫത്തെ മീന് കുക്കറിൽ വെച്ചാൽ ശരിയാവില്ല എന്നുള്ള പ്രസ്താവന ഇറക്കിയാൻ.
സംഭവം പ്രസ്താവന ഇറക്കിയതല്ലത്. സംഭവം എന്റെ വിചാരം കുക്കറിൽ വെച്ചാലേ നന്നാവും, വെന്ത് കിട്ടുള്ളൂ എന്നാ. ഞാൻ എന്റെ ഉമ്മാനെ വിളിച്ച്, ഉമ്മ പ്രശ്നമാണ്, ആകെ ഇവിടെ നിങ്ങളെ നാട്ടിലത്തെ പോലെ ഒന്നല്ല, ഇവിടെ മീനൊന്നും പോകില്ല. അപ്പൊ ഉമ്മ വെച്ച് ഇത് എങ്ങനെയാ വെക്കാതെ, മത്തി കുക്കറിൽ വെച്ചാ മത്തിക്കറി കുക്കറിൽ ഒരു 4 വിസിലും കൂടി അടുപ്പിച്ച് അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഉമ്മ വെച്ച് എങ്ങനെയാ വെച്ചത്, ഞാൻ പറയും ഇങ്ങനെയാ വെച്ചെന്ന്. ഉമ്മ ആ ചിരി എനിക്കൊന്നൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഉമ്മ ചിരി നിർത്തിയത്. അത് ശരി, എന്റെ പ്രശ്നം എന്റെ ഉമ്മാക്ക് ചിരി വരണമെങ്കിൽ ഞാൻ ഏടെത്തണോ? അപ്പൊ പറയാം എടാ പൊട്ട, ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് വെച്ച്. അപ്പൊ ഞാനിത് ചെറുപ്പം മുതലേ കണ്ടതല്ലേ, ആ കണ്ട ബോധം വെച്ചാ ഞാൻ ചെയ്തതേ. പക്ഷേ അപ്പം പറഞ്ഞടാ അങ്ങനെയല്ല, ഇത് മീൻ വെക്കല, അതിങ്ങനെ ചട്ടി വെക്കുക, ഇത് തിളപ്പിക്കുക, മീൻ നന്നാക്കുക, മീൻ അറിയരുത് അതിനകത്ത് ഇടുന്നത്, പിന്നെ കരുന്ന് ഇളക്കാൻ നിൽക്കാതെ മെല്ലെ ഇങ്ങ് വാങ്ങി വെച്ച മീൻകറി. അല്ല, കട്ടൻ ചായ വെക്കാൻ പിന്നെയും പണിയുണ്ട്, അത്ര പോലും പണിയില്ല ഒരു മീൻകറി വെക്കാൻ. മനുഷ്യന് ഞാൻ വെച്ച് നോക്കി നല്ല മീൻകറി കിട്ടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അത് അറിഞ്ഞ് ചെയ്തപ്പോഴാണ് എനിക്ക് അത് കറിയായിട്ട് കിട്ടിയത്. അറിയാതെ ചെയ്തപ്പോഴോ ഇനി ഞാൻ എത്ര നാൾ വെച്ചാലും മീൻ കറി. അപ്പൊ അതേപോലെ ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പൊ ഞാൻ ചെയ്തൊരു കാര്യം ഇത്രേ ഉള്ളൂ. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ന്യൂജ്യോതി പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, അതിനുശേഷം ഏഷ്യാനെറ്റിൽ കയറി, അതിനുശേഷം ഞാൻ ഈവൻസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഖത്തറിലെത്തി. ഖത്തറിൽ പ്രോഗ്രാം ആയിരുന്നു. ഖത്തറിൽ നല്ല ജോലിയും വരുമാനമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വൈഫും ഞാനൊക്കെ ഖത്തറിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ ഞാൻ ഇവിടെ വന്ന് തിരിച്ചു വന്ന സമയത്ത് എന്റെ കൂട്ടുകാരൻ, പണ്ട് ഓട്ടോ ഓടിച്ച കൂട്ടുകാരൻ, എനിക്ക് എന്ത് ചെയ്തു, ഈ ഒരു ബിസിനസ് അവസരവും പ്ലാനുമായിട്ട് വന്നു. ആ സമയത്ത് ഞാൻ വലിയ സാലറിയും കൂലിയും ഒക്കെ ഉള്ളു. ഞാനൊരു സിംഗറാണ്, സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ ഒരു ജാട അഹങ്കാരമൊക്കെ കൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു. കാരണം അവസരം പറയാൻ വന്നത് ഓട്ടോ ഡ്രൈവറാണല്ലോ, അയാളത് എന്ത് കേൾക്കാനാ എന്നുള്ള രീതി അങ്ങനെ നിന്നു. ഓട്ടോ ഡ്രൈവർ ഇതായി കാണിക്കല്ല. എന്റെ ഈ തടി ഓട്ടോറിക്ഷയാണ്, എന്നെ പോറ്റിയത് ഓട്ടോറിക്ഷയാണ്, എന്റെ വാപ്പയുടെ ജോലി ഓട്ടോറിക്ഷയാണ്, ഞാൻ തുടങ്ങിയതും എന്റെ കയറി ഓട്ടോറിക്ഷയാണ്. അപ്പൊ മനുഷ്യന്മാർക്ക് ഈഗോയും ജാടി അഹങ്കാരമൊക്കെ വരുമല്ലോ. അഹം എന്ന ഭാവം ഉണ്ടെങ്കിൽ അവനെ അഹങ്കാരി എന്ന് വിളിക്കും. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം. പക്ഷെ ഞാൻ ഈ ബിസിനസ്സിൽ അഹമികയ, ഞാൻ മുമ്പേ എന്നൊരു ചിന്തയിലേക്കാണ് വരേണ്ടത്, അല്ലാതെ അഹം ഭാവം അല്ല വരേണ്ടത്. പക്ഷെ എനിക്കന്ന് ഇയാൾ വന്നപ്പോൾ ഒരു അഹം ഭാവമായിരുന്നു, കാരണം ഞാനും വലിയ ആളാ. പക്ഷെ ഇയാൾ എന്നോട് കുറെ ഉൽപ്പന്നങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അയാള് തിരിച്ച സാധനങ്ങളൊക്കെ ബാഗിൽ വെച്ച് പോകാൻ നേരത്ത് അയാൾക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് കരുതി മാത്രം ഞാൻ എന്തായി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു കിഡ്നി സ്റ്റോൺ പോകുന്നൊരു സാധനം. കാരണം എനിക്ക് കിഡ്നി സ്റ്റോണിന്റെ വേദന ഉണ്ടായിരുന്നു. 10-14 വർഷമായിട്ട് എല്ലാ നോമ്പിനും എനിക്ക് വേദനയാണ്. ഹോസ്പിറ്റലിൽ പോകണം, കിഡ്നിയുടെ കല്ല് ഭയങ്കര പ്രയാസമാണ്. എന്നെ ആംബുലൻസ് ഒക്കെ ഇട്ടിട്ടാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. അപ്പോ അങ്ങനെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഇയാൾ അറിയും. അങ്ങനെ പറഞ്ഞപ്പോ ഇത് മാറും എന്ന് പറഞ്ഞപ്പോ എനിക്ക് തീരെ വിശ്വാസം ഉണ്ടായില്ല. കാരണം ഉള്ള ഡോക്ടർമാർ അലോപ്പതി, ഹോമിയോ, ആയുർവേദമൊക്കെ കഴിച്ചിട്ട് മാറാത്ത ഒരു സാധനം, അഹമ്മദ് ഇന്റർനാഷണൽ ഹോസ്പിറ്റലിൽ വരെ എന്നെ ചികിത്സിച്ചിട്ട് മാറാത്ത ഒരു സാധനം ഈ ഓട്ടോ ഡ്രൈവർ എന്നാ മാറും എന്നുള്ളതാണ് എന്റെ സംശയം, എന്റെ ചിന്ത. നമ്മളെ പോലെ തന്നെ ഒരു നിങ്ങൾ യുക്തിക്ക് എടുത്താൽ മതി എന്റെ ചിന്ത ശരിയാണോ തെറ്റാണോ എന്ന്. ഇത്രയും ഇയാൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇയാളെ വിശ്വസിച്ചില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇനി ഇയാളുടെ കയ്യിൽ ഇനി ഇതും കൂടിയുള്ളൂ, ബാക്കിയുള്ള എല്ലാം ഏതാണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോ എന്നാ പിന്നെ അതും കൂടി ഇങ്ങോട്ട് വെച്ചോ, ആവശ്യമില്ലാതെ ഇങ്ങോട്ട് അങ്ങ് വെച്ചോന്ന് അറിയില്ല. നമ്മുടെ ഒരു നാടൻ ഭാഷ പറഞ്ഞാൽ നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ പറയാ, എന്നാ അതും കൂടി പണ്ടാരം അടിക്കാൽ എന്റെ പ്രശ്നം തീരല്ലോ എന്നുള്ള രീതിയിൽ ഞാനതങ്ങ് വാങ്ങിയതാ. ഞാൻ ആ സാധനം അങ്ങ് വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇത് കുറച്ച് കഴിഞ്ഞ് പിന്നെ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ നല്ലതാന്ന് തോന്നി. ഖത്തറിലേക്ക് പോകുമ്പോൾ ഇത് കൊണ്ടുപോയി. ഖത്തറിലേക്ക് കൊണ്ടുപോയിട്ട് ഞാനിത് എടുത്തിങ്ങനെ കഴിക്കണം എന്ന് നോക്കും. അപ്പൊ എനിക്ക് ഇവന്റെ മുഖം ഓർമ്മ വരും. അപ്പൊ ഞാൻ വെക്കും. കാരണം നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുതന്ന അവരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഈ സാധനം ഇഷ്ടപ്പെടൂല, അങ്ങനെ പ്രശ്നമുണ്ട്. അതിന് ആദ്യം നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾക്കൊന്ന് നടക്കുക ആദ്യം. ആദ്യം നമ്മളെ കുറെ മോശമായ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റിയാൽ തന്നെ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പോഴേ നമ്മളെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുള്ളൂ. അങ്ങനെ എന്താക്കി ഈ പ്രൊഡക്റ്റ് ഞാൻ അദ്ദേഹത്തിന്റെ സാധനം ഈ സാധനം ഞാൻ ഉപയോഗിക്കാതെ നിന്നപ്പോഴാണ് ഭാഗ്യത്തിന് കൊറോണ കടന്നു വരുന്നത്. കൊറോണ കടന്നു വന്നപ്പം പൂട്ടി നമ്മളെ അടുക്കള അരങ്ങൊക്കെ പൂട്ടി. ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പൂട്ടി. അങ്ങനെ ഒരു ലോകം മൊത്തം പൂട്ടിയ സമയത്ത് എന്നെയും അവിടെ പൂട്ടി. അപ്പൊ ഇനിയിപ്പോ നോമ്പ് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകണമല്ലോ, എന്ത് ചെയ്യും എന്ന് കരുതി ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഈ സാധനം ഓർമ്മ വന്നത്. ഇനി വേദന വന്ന നോമ്പിനാണ് വേദന വരിക, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു വെച്ച് പറഞ്ഞു ധൈര്യമായിട്ട് കഴിച്ചോ, കാരണം ഇത് മരുന്നല്ല, ഇത് വെൽനസ് ആണ്. അപ്പോഴാണ് ഇത് മരുന്നല്ല എന്ന് എനിക്ക് മനസ്സിലായത്. ഇത് വെൽനസ് ആണ്. വെൽനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എപ്പോഴും അപ്പോഴും ഇപ്പോഴൊക്കെ കഴിക്കാം, ഇനി കഴിച്ചിട്ട് ആവശ്യമില്ലെങ്കിലും കേടൊന്നുമില്ല, കംപ്ലൈന്റ് ഒന്നുമില്ല. വെൽനസ് അതിന്റെ ഇടയ്ക്കൂടെ ഞാനൊന്ന് പറഞ്ഞത്, വെൽനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ എന്റെ രീതിയിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അതായത് സമയബന്ധിതമായി കഴിച്ചാൽ അത് ഔഷധത്തിന്റെ ഗുണം ചെയ്യുകയും അല്ലാതെ കഴിച്ചാൽ നോർമൽ ആയിട്ട് ഒരു ഭക്ഷണം കഴിക്കുന്ന മേനിയും ചെയ്യുന്നതിനെയാണ് വെൽനസ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുക. ഉദാഹരണത്തിന് മരുന്ന് കൊടുക്കണം, നമ്മൾ ഡോക്ടർമാരല്ലല്ലോ. മരുന്ന് കൊടുക്കണമെങ്കിൽ ഡോക്ടർമാരാണ്, നമ്മൾ ഡോക്ടർമാരല്ല, അതുകൊണ്ട് നമ്മൾ മരുന്നല്ല. വെൽനസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എനിക്കൊരു കാപ്പി ഉണ്ടാക്കി തരുന്നു. ഒരു കാപ്പിയിൽ എന്തൊക്കെയാണ് കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് എനിക്ക് കാപ്പി ഉണ്ടാക്കി തരും. എന്നാൽ അതേ ഞാൻ തന്നെ ഒരു ജലദോഷമൊക്കെ പിടിച്ചിട്ട് ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ തൊണ്ടയൊക്കെ പ്രശ്നമായിട്ട് എനിക്കൊരു കാപ്പി കിട്ടുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തരുന്ന കാപ്പി ഏതായിരിക്കും? എന്ത് കാപ്പി തരിക?
അതന്നെ, അതന്നെ. നിങ്ങളുടെ ചുക്ക് കാപ്പിയാ തരിക. നിങ്ങൾ എന്തിനാ എനിക്ക് സാധാരണ ഗസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് സാധാ കാപ്പിയും ഇങ്ങനെ പ്രയാസം വന്നപ്പോ നിങ്ങൾ ചുക്ക് കാപ്പി തന്നത് എന്തിനാ? ഈ ചുക്ക് കാപ്പി തരാൻ കാരണം എന്താ? എനിക്ക് പനിയും ജലദോഷം ആയതുകൊണ്ടാണ്. ആണല്ലോ. അങ്ങനെ പനിക്കും ജലദോഷത്തിനും ചുക്ക് കാപ്പി തരാൻ നിങ്ങൾ ആരാ? ഡോക്ടറാണ്. മരുന്ന് തരാൻ നിങ്ങൾ ആരാ? ഡോക്ടറാണ്. എന്നൊരാൾ ചോദിച്ചാൽ അതിന് ആൻസർ എന്താ നിങ്ങൾക്ക് ഉള്ളത്? ആ ആൻസർ ആണ് ഈ വെൽനസ് ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ നിങ്ങൾ ഡോക്ടറാണോ എന്ന് ചോദിച്ചാൽ കൊടുക്കേണ്ട ആൻസർ. അതിനൊരു ആൻസർ നിങ്ങൾ അതിലുണ്ടാവില്ല. എന്താ ഞാൻ പറയുന്നില്ല. ചുക്ക് കാപ്പി നിങ്ങൾ തരുന്നതെന്നോട് എനിക്ക് പനി ആയതുകൊണ്ടാണ്. അപ്പോ അതിന് അത് മരുന്നായിട്ട് തരാൻ നിങ്ങൾ ആരാ? ഡോക്ടറാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസറാ പറയാ? അതാണ്. അപ്പൊ നിങ്ങളത് ഇനി എനിക്ക് പനിയുള്ളത് കൊണ്ട് എനിക്ക് ചുക്ക് കാപ്പി കുടിച്ചാൽ എന്റെ പനിയും ജലദോഷമൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ഇനി എനിക്ക് പനിയും തലവേദനയും ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് എന്താ ചുക്ക് കാപ്പി കുടിച്ചൂടെ? അതുണ്ട്. നമുക്ക് പനിയും ജലദോഷം ഉള്ളപ്പോൾ മാത്രം, അല്ലാതെ നോർമലി ഒരു ചുക്ക് കാപ്പി, ഇപ്പൊ വെറുതെ ഇരിക്കുമ്പോൾ ഒരാൾ ചുക്ക് കാപ്പി കൊടുത്തു തന്നു, അയ്യോ എനിക്കതിന് പനിയൊന്നും ഇല്ല പറഞ്ഞാൽ മാറ്റി വെക്കേണ്ട കാര്യമുണ്ടോ? അത് കുടിച്ചുകൊണ്ട് വല്ല കംപ്ലൈന്റ് ഉണ്ടോ? കുടിക്കാം. ഇതിനെയാണ് വെൽനെസ് എന്ന് പറയുന്നത്. ആ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ യൂറിഫ്ലഷ് എന്ന് പറഞ്ഞ സാധനം കുടിച്ച് ഏതാണ്ട് ഒരു 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞ് ഈ വേദന വരേണ്ട സമയം നോമ്പ് വന്നു. നോമ്പ് 10, 20, 30. എനിക്ക് അക്കൊല്ലം വേദന വന്നില്ല എന്ന് മാത്രമല്ല, ഇന്നേക്ക് സമയം വരെ പിന്നെ വന്നിട്ടില്ല. 5-6 വർഷമായി. അതാണ് എനിക്ക് ഈ പ്രൊഡക്റ്റിലുള്ള വിശ്വാസം. തിരിച്ചു വന്നു. ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോ എന്റെ ഭാര്യയും എന്റെ കുടുംബവും എന്നെ എതിർത്തു. കാരണം നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാള് നിങ്ങൾ ഇതിന്റെ പുറകിൽ നടക്കേണ്ട ആളല്ല. നിങ്ങൾ ആ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഷമീറിനെ കണ്ട് കളിക്കേണ്ട കാര്യമല്ല. അയാളുടെ ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ടു പോയാൽ അയാൾക്ക് ഓട്ടോറിക്ഷ മാത്രമേ നഷ്ടപ്പെടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറാണ് നഷ്ടപ്പെട്ടു പോവുക. ഇത് കേട്ടപ്പോ സത്യമാണെന്ന് തോന്നി. നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയിൽ 1 ലക്ഷം രൂപ മതി അയാളുടെ ഒരു ഓട്ടോറിക്ഷ വാങ്ങാൻ. ഇതൊക്കെ കേട്ടു. അങ്ങനെ ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ഞാൻ തിരിച്ചു വീണ്ടും ഖത്തറിലേക്ക് പോയി. ഒരു 1.5 വർഷം ലോക്ക്ഡൌണും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം എന്നെ ഉപദേശിച്ച പല ആളുകളുടെയും ജോലി പോയിട്ട് അവരെന്നോട് 1000 കൊണ്ടാ 5000 കൊണ്ടാന്ന് കടം ചോദിക്കുക. ആ സമയത്ത് ഈ ഷമീർ എന്ന് പറഞ്ഞ വ്യക്തി ഓട്ടോറിക്ഷ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ അതിന് പകരം ഒരു 14 ലക്ഷം ഉറുപ്പ്യ വരുന്ന ഒരു ക്രെറ്റ കാർ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. മകളെ ഡോക്ടറാകാൻ പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ട്. സ്വന്തമായി വീട് വെക്കാൻ സ്ഥലം വാങ്ങുന്നുണ്ട്. കൊറോണയിൽ എല്ലാവരും വരുമാനം വിട്ടിയപ്പോൾ അയാളുടെ വരുമാനം മാത്രം 30,000 40,000 ആയിട്ട് ആഴ്ചയിൽ മാറിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി കണ്ടപ്പോ നമ്മുടെ യുക്തിപരമായിട്ട് നമ്മൾ ചിന്തിക്കണമല്ലോ. ഇവിടെ എന്നെ ഉപദേശിച്ച പല ആളുകളുടെയും ജോലിയും കൂലിയും പോയിട്ട് ഇവിടെ ഇട്ട് പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ അവനെ കണ്ട് കളിക്കണ്ട എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ആഴ്ചയിൽ വരുമാനം വാങ്ങുന്നു, ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതെങ്ങനെ എന്നുള്ള ചോദ്യം എന്നെ എത്തിച്ചത് ഈ കമ്പനിയിലേക്കാണ്. അപ്പൊ ഈ കമ്പനിയുടെ സിസ്റ്റം എനിക്ക് പറഞ്ഞു തന്നു, മനസ്സിലാക്കി തന്നു. ഞാനത് ഏറ്റെടുത്തു, പ്രവർത്തിച്ചു. ആ പ്രോജക്റ്റ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ TC എന്ന റാങ്കിലേക്ക് എത്തി, ATCയിലേക്ക് എത്തി. അത് കഴിഞ്ഞ് ZTCയിലേക്ക്, DTCയിലേക്ക്, ZTCയിലേക്ക്, STC കഴിഞ്ഞ് RTCയിലേക്ക് എത്തിയപ്പോ NTCയിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ബിസിനസ് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുനാളിൽ കളിച്ചൊരു കളിയില്ലേ, ആ ഒരു കളി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുക. എന്താ ആ കളി? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് നമ്മൾ ഉണങ്ങിയ പേപ്പറൊക്കെ കത്തിക്കാൻ വേണ്ടി നമ്മൾ ലെൻസ് പിടിക്കും. ലെൻസ് അറിയാമോ? പിടിക്കാറില്ല ഇങ്ങനെ ലെൻസ്, ഇങ്ങനെ ഉണങ്ങിയ പേപ്പർ ഇങ്ങനെ കത്തിക്കാൻ നേരത്ത് ലെൻസ് പിടിച്ചിട്ട് ഇങ്ങനെ കത്തിക്കും. ഇത് രാത്രി ആ ലെൻസ് കത്തിക്കാൻ പറ്റുമോ? ആ ലെൻസ് വെച്ചിട്ട് രാത്രി ഈ പേപ്പർ കത്തിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് എപ്പോഴാ കത്തിക്കാൻ പറ്റുക? പകല് രാവിലെ കത്തിക്കാൻ പറ്റുമോ? പറ്റില്ല. വൈകുന്നേരം കത്തിക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എപ്പോഴാ കത്തിക്കണ്ടേ? വർഷക്കാലത്ത് കത്തിക്കാൻ പറ്റുമോ? ഇല്ല. മുകളിൽ സൂര്യൻ കത്തിജ്വലിക്കുമ്പോ ഉച്ചയ്ക്കുള്ള വെയിലിന്റെ തീവ്രത ഉള്ള സമയത്ത് മാത്രമേ ഇത് കത്തുള്ളൂ. ഓക്കെ. അപ്പൊ സൂര്യൻ അവിടെ വേണമല്ലോ, ആവശ്യമാണല്ലോ, വേണം. രണ്ടാമത്തത് ഉപയോഗിക്കാനുള്ള ലെൻസ് നമ്മുടെ കയ്യിൽ വേണമല്ലോ, വേണം. മൂന്നാമത് കത്തേണ്ട കടലാസോ പേപ്പറോ ഇലയോ ഉണങ്ങിയലോ അതും വേണമല്ലോ. ഇത് മൂന്നുണ്ടായത് കൊണ്ട് കത്തുവോ? കത്തിക്കാനുള്ള ഞാൻ വേണ്ടേ? കത്തിക്കാനുള്ള ഞാനത് സെറ്റാക്കണ്ടേ? ഈ 4 കാര്യങ്ങൾ കൂടി കൂടുമ്പോഴാണ് അവിടെ ഒരു അഗ്നി അല്ലെങ്കിൽ ഒരു പുക അവിടെ ഉണ്ടാവുള്ളൂ. ആണോ അല്ലയോ? ആണ്. എന്നാ അതിവിടെ ഉണ്ട്. എന്താണ്? തീവ്രമായ ആഗ്രഹം സൂര്യപ്രകാശം പോലെ കത്തിജ്വലിക്കണം. എനിക്ക് 2 വർഷം കൊണ്ട്, എനിക്ക് 4 വർഷം കൊണ്ട് ഇന്നതാവണം, അല്ലെ ഇന്നതാകണം. നിങ്ങളുടെ ആഗ്രഹം, വീട്ടമ്മമാരുള്ളതുകൊണ്ട് വീട്ടമ്മമാരുടെ ചിലപ്പോൾ ഒരു ആഗ്രഹം ഒരു കുക്കർ വാങ്ങലായിരിക്കും, ചിലപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങലായിരിക്കും, ചിലപ്പോൾ ഒരു ഫ്രിഡ്ജ് വാങ്ങലായിരിക്കും, ചിലപ്പോൾ മുറ്റം കല്ലിടലായിരിക്കും, ചിലപ്പോൾ ഒരു പൊന്നു വാങ്ങലായിരിക്കും. എന്തോ ആട്ടെ, അതൊക്കെ വരുന്നത് വരുമാനമാണല്ലോ. അത് എന്താ പറയുക, സൂര്യനെ പോലെ കത്തിച്ചിരിക്കുന്ന ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായാൽ നമുക്കിവിടെ ഈ പേപ്പർ എന്ന് പറയുന്നത് ആരെന്നറിയോ? പേപ്പർ എന്ന് പറയുന്നത് കസ്റ്റമറാ.
ലെൻസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയും പ്രൊഡക്റ്റുമാ. ഞാനെന്ന് പറയുന്ന വ്യക്തിയോ അത് നിങ്ങളാണ്, നമ്മളാണ്. ഇത് നാലും കൂടി കൂടുമ്പോൾ പേപ്പർ കത്തും. അതിന് തീവ്രമായ, സൂര്യനെ പോലെ തീവ്രമായ ആഗ്രഹവും വേണം. MILF എന്ന് പറഞ്ഞ കമ്പനിയും ഉൽപ്പന്നങ്ങളുമായിട്ട് ലെൻസായിട്ട് വേണം. കസ്റ്റമറായിട്ട് ആര് വേണം? ഉണങ്ങിയ പേപ്പറും ഉണങ്ങിയ കരിയില അത് വേണം. ഇതൊക്കെ മൂന്നും കൂടി ഒന്ന് സമന്വയിപ്പിക്കാൻ ഞാനാകുന്ന വ്യക്തിയും വേണം. ഇതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നിട്ട് കത്തിക്കലോ, ഈ ലെൻസ് ഈ സൂര്യന് പിടിച്ചിട്ട് ഒരു പേപ്പറിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ നീക്കിക്കൊണ്ടിരുന്നാൽ അത് കത്തൂല. അത് എവിടെയാണോ പിടിച്ചത് അവിടെ തന്നെ ഷാർപ്പ് ചെയ്ത് ഷൂട്ട് ഗൺ ചെയ്ത് അങ്ങനെ കുറച്ചു നേരം അനക്കാതെ പിടിക്കണം. അതിന്റെ ഇടയിൽ ആരെങ്കിലും വിളിച്ചാൽ വിളി കേൾക്കൂല. അതിനിടയ്ക്ക് ആരെങ്കിലും കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ പോകൂല, തക്കാരം ഉണ്ടെന്ന് പറഞ്ഞാൽ പോകൂല, മുട്ടായി കൊടുക്കലിന് പോകൂല, ഗാനമേളക്ക് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോകില്ല. ഓനതും പിടിച്ചോണ്ടിരിക്കും. നമ്മളൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് ഉണ്ടാവില്ല. ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണോ കണ്ടത് അവനെ കണ്ട് അവനെ ഫോളോ അപ്പ് ചെയ്ത് അവനെ ഡീൽ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം അങ്ങ് പുകയാൻ തുടങ്ങും. ആ പുകയാണ് നമ്മുടെ വരുമാനം. ആഴ്ചയിലേക്ക് വരുമാനം വരാൻ തുടങ്ങുന്നത് അങ്ങനെയാ. അതേപോലെ ഈ ലെൻസ് പിടിക്കുക, അതിന് ഈ സിസ്റ്റം ഫോളോ ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇറങ്ങുക. അതിന് വേണ്ടിയിട്ട് കുറെ സൂം മീറ്റിങ്ങും ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും ഒക്കെ തരും. അപ്പോ നമ്മൾ ചില ആളുകൾ നമ്മൾ വിചാരിക്കും, ഇനി ബിസിനസ്സിൽ വന്ന ആളുകൾ ഇനി നമ്മൾ നിങ്ങളുടെ കൂടെ ചിലപ്പോൾ 1-2 ആൾ വന്നിട്ടുണ്ടാവും, അവരങ്ങ് ചെയ്തോളും എന്ന് കരുതി മാറി നിൽക്കുന്നവരുണ്ടാവും. ഒരിക്കലും അവർ ചെയ്യില്ല. അവർക്ക് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. ഈ പഠിക്കാനുള്ള വഴികളാണ് ഇപ്പൊ രചന മേഡത്തെ പോലെ ലീഡേഴ്സ് നിങ്ങൾക്ക് ഇത് ചെയ്തു തരുന്നത്. പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ മറ്റേ ഈ കണ്ണട വെക്കാൻ വേണ്ടി ഒരു ഉമ്മാമ ഹോസ്പിറ്റലിൽ പോയത് അതറിയില്ലേ? കണ്ണട വെക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കൂടെ ഒരാളുണ്ടായിരുന്നു. എന്താ പ്രശ്നം നോക്കട്ടെ എന്ന് പറഞ്ഞു. ഈ കണ്ണ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ മെഷീന്റെ മുകളിൽ ഇങ്ങനെ കണ്ണ് വെച്ചിട്ട് ഇങ്ങനെ നോക്കണം. നോക്കി കഴിഞ്ഞിട്ട് കണ്ണിന്റെ കാഴ്ച ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി രചന മേഡൊക്കെ കണ്ണട വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ രചന മേഡത്തൊക്കെ ചോദിച്ചാൽ അറിയാം. ഒരു സാധനം വെച്ച് തരും കണ്ണിന് മേലെ. എന്നിട്ട് അവിടെ ഒരു പെട്ടീന്റെ മുകളിൽ ഇങ്ങനെ വായിക്കാൻ പറയും അക്ഷരങ്ങൾ നോക്കിയിട്ട്. അപ്പൊ ഇങ്ങനെ കണ്ണിങ്ങനെ മിഴിച്ചിട്ട് ഇങ്ങനെ എ ബി അല്ലെങ്കിൽ അ ഇ ഉ എന്നൊക്കെ വായിക്കണം. അവർ അ ഇ ഈ ഉ എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കൂല, കാരണം കാണാപാഠം പറയുന്നതിന്. അതൊക്കെ ഡിസോർഡർ ആയിട്ടാണ് എഴുതി വെക്കുക. ആ എ ഒ ക്യു പി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതി വെക്കുക. അപ്പോ ഇത് വായിക്കാൻ വേണ്ടി പറയും. അങ്ങനെ വായിക്കാൻ പെണ്ണുങ്ങൾ ലെൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് കാണുന്നില്ല. വായിക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. കാണുന്നുണ്ട്. വായിക്കി. സാറേ വായിക്കാൻ പറ്റുന്നില്ല. എന്നാ അടുത്ത ലെൻസ് വെച്ച് കൊടുക്കൂ. അടുത്ത ലെൻസ് വെച്ച് കൊടുത്തു. കാണുന്നുണ്ട്. ക്ലിയർ ആണ്. എന്നാ വായിക്കൂ. വായിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ. അടുത്ത ലെൻസ് വെക്കൂ. അങ്ങനെ വെച്ച് ആ പെട്ടിയിലുള്ള എല്ലാ ലെൻസും തീർന്ന് അവസാനത്തെ ഒറ്റ ലെൻസേ ഉള്ളൂ. ആ ലെൻസ് വെച്ച് അതും കൂടി വെച്ചോ. കാണുന്നുണ്ട്. വായിക്കാൻ എന്താ അറിയില്ല, പ്രയാസം പറ്റുന്നില്ല. ഡോക്ടർ വിധി എഴുതി. ഇത് 1000-ലല്ല ലക്ഷക്കണക്കിന് ആളുകളിൽ മാത്രം, ഒരാൾക്ക് മാത്രം പറ്റുന്ന ഒരു അസുഖമാണ്. ഇതിന് ചികിത്സിക്കാൻ എന്റെ ഹോസ്പിറ്റലിൽ ഞാൻ എന്തില്ല അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വേറൊരു പ്രൊഫസറുടെ പോയി അവിടെ ചെന്നിട്ട് ഇതേപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് എല്ലാ ലെൻസും കഴിഞ്ഞത് വായിക്കാം. അപ്പൊ അവർ ഒരു അപൂർവമായ ഒരു അസുഖമാണ് ഇത് കണ്ടെത്താൻ പറ്റൂല. അതുകൊണ്ട് ചികിത്സ നിങ്ങൾ സഹിക്കാൻ നല്ലാണ്ട് വേറെല്ലാം ഞങ്ങൾക്ക് ചികിത്സ എല്ലാം. അപ്പൊ അടുത്തുള്ള ആളിച്ച് എന്താ സംഭവം എന്ന് വെച്ച്, ഈ പെണ്ണുങ്ങൾ വായിക്കുന്നില്ല, ഇതാണ് വിഷയം എന്ന് പറഞ്ഞു. അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞു ഞാനൊന്ന് വായിച്ചോക്കട്ടെ എന്ന് പറഞ്ഞു. മറ്റേ ആളെന്ന് വെച്ചോക്കുമ്പോൾ അയാൾക്ക് വായിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ നിനക്കെന്താ വായിക്കാൻ പറ്റുന്നത്? അതിന് ഡോക്ടറെ എനിക്ക് ഇത് കാണുന്നു ക്ലിയർ കഴിഞ്ഞാൽ എനിക്ക് അക്ഷരം അറിയില്ലാന്നേ, ഇത് എന്തെന്നാന്ന് വായിക്കാൻ എനിക്ക് അറിയണ്ടേ. സംഭവം കണ്ണ് കാണാത്തതല്ല പ്രശ്നം, ലെൻസിൻ്റെതല്ല പ്രശ്നം, ഈ അക്ഷരങ്ങൾ അറിയില്ല. ഇതെങ്ങനെയാ വായിക്കണം എന്നാ ഈ പെണ്ണുങ്ങൾ ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് വായിക്കാൻ അറിയില്ല സാറേ. അപ്പൊ അതെല്ലാം ചിത്രം വെച്ച് നോക്കിയിരുന്നു. ആനയുടെ പൂച്ചയുടെ ചിത്രം, ഇതെന്ത് ചിത്രം ചോദിക്കില്ലായിരുന്നോ? ഇത് നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് എന്താ അറിയില്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതാണ് ഈ ബിസിനസിന്റെ പരാജയപ്പെടാനുള്ള കാര്യം. അപ്പൊ നമ്മളൊന്ന് പഠിക്കുക. നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ പറ്റും. ബോൺ ടു വിൻ, ജയിക്കാനായി ജനിച്ചവരാണ് നമ്മൾ. അല്ലാതെ വെറുതെ നമ്മൾ എന്താക്കണ്ട, ഒരു അടുക്കളയിൽ ഇരുന്ന് വീട്ടിലിരുന്ന് കല്യാണത്തിന് പോയി, കാനോത്തിന് പോയി, പെരുന്നാൾ ആഘോഷിച്ച്, ഓണം ആഘോഷിച്ച്, ക്രിസ്മസ് ആഘോഷിച്ച്, വീട്ടിൽ കടമാക്കി വെച്ച് അങ്ങനെ ജീവിച്ചു പോകേണ്ട ആൾക്കാരല്ല നമ്മൾ. പ്രയത്നിച്ച് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ വീടിനും നിങ്ങളുടെ നാടിനും വിശിഷ്യ നിങ്ങൾക്കും വേണ്ടി ഉള്ള വലിയൊരു ആരോഗ്യവും നല്ല കണ്ണും നല്ല കൈയും നല്ല സൗന്ദര്യവും നല്ല ശബ്ദവും നല്ല ആരോഗ്യവും നല്ല അറ്റ്മോസ്ഫിയറും പടച്ചോൻ നമുക്ക് തന്നത് നമുക്ക് ജീവിക്കാനും മറ്റുള്ളവർ ജീവിപ്പിക്കാനുമാണ്. പക്ഷെ ഇവിടെ എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നിട്ട് വിധിയെ കുറ്റം പറഞ്ഞിട്ടും കാലത്തെ കുറ്റം പറഞ്ഞിട്ടും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും സാറേ നല്ല ചൂടാ, ഇറങ്ങാൻ പറ്റില്ല, നല്ല ചൂടാ സാറേ, ഇറങ്ങാൻ പറ്റില്ല. ചൂടല്ലായിരുന്നെങ്കിൽ ഞാൻ മറിക്കും. ഇനി അത് മറിക്കാനാകുമ്പോഴത്തേക്ക് പിന്നെ മഴ വരും. സാറേ മഴ, അങ്ങോട്ട് തിരിഞ്ഞാൽ മഴ, ഇങ്ങോട്ട് മറിഞ്ഞാൽ മഴ. അപ്പോ
മഴയില്ലായിരുന്നു മറിക്കും സാറേ ഞാൻ. ഈ ഋതുക്കൾ മാറുക എന്ന് പറഞ്ഞാൽ മഴയിൽ നിന്ന് വെയിലിലേക്കും വെയിലിൽ നിന്നും മഴയിലേക്കും പോവുക. ഇതില്ലാത്തൊരു സമയം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തിര ഇറങ്ങിയിട്ട് കപ്പലോട്ടം നടക്കൂല. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഇറങ്ങുക,